ന്യൂസ് ആൻഡ് വ്യൂസ് ആരംഭിക്കുകയാണ്. ബീഹാറിൻ്റെ ജനവിധി നൽകുന്ന പാഠം മുന്നണികളെ സംബന്ധിച്ച് എങ്ങനെയൊക്കെയാണ് എന്നുള്ളതുണ്ട്. പ്രതീക്ഷിച്ചതിലും വലിയ വിജയത്തിലേക്ക് NDA സഖ്യം അവിടെ ചെല്ലുമ്പോൾ കൂടുതൽ കരുത്തനായി നിതീഷ് ആ മുന്നണിക്കുള്ളിൽ നിൽക്കുകയാണ്. വലിയ തോതിലുള്ള ഈ വിജയത്തെ, ഈ രാഷ്ട്രീയ വിജയത്തെ, ആ രാഷ്ട്രീയ വിജയത്തിൻ്റെ പശ്ചാത്തലത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്നെ അല്പം മുമ്പ് പ്രവർത്തകരെ അഭിസംബോധന ചെയ്ത് സംസാരിക്കുന്ന നിലവന്നു. വളരെ ശക്തമായ 200 കടന്നുള്ള അതിശക്തമായി, ഇപ്പോൾ 202-ലാണ് അവരുടെ ലീഡ് നില അങ്ങനെ നിൽക്കുന്നത്. ജയവും ലീഡുമായി 202 സീറ്റുകളിലാണ്. മഹാഗഡ്ബന്ധൻ 35 സീറ്റിൽ ഒതുങ്ങിയിരിക്കുന്നു എന്നുള്ളതാണ്. 2020-ൽ അതിഗംഭീരമായ ഒരു പ്രകടനം കാഴ്ചവെച്ച, പ്രതിപക്ഷത്തിരിക്കുമ്പോഴും BJPക്ക് തൊട്ടരികെ നിൽക്കുന്ന, അല്ലെങ്കിൽ NDA സഖ്യത്തിന് തൊട്ടരികിൽ നിന്ന് മഹാഗഡ്ബന്ധൻ എന്ന ആ സഖ്യം ഇന്ന് വല്ലാതെ പിന്നിൽ പോയിരിക്കുന്നു. ആ തിരിച്ചടിക്ക് നിരവധിയായ കാരണങ്ങൾ വരുന്നു. അപ്പോൾ ഇതെല്ലാം വിലയിരുത്തുന്ന ഘട്ടത്തിലൂടെ കടന്നു പോവുകയാണ്. കൂടുതൽ വിവരങ്ങൾ വോട്ടെണ്ണലുമായി ബന്ധപ്പെട്ട് വന്നുകൊണ്ടിരിക്കുന്ന സമയമുണ്ട്. വോട്ടെണ്ണൽ പൂർത്തീകരിച്ച ഒരു ഘട്ടത്തിൽ നിന്ന് ഇപ്പോൾ വൈകുന്നേരമാകുമ്പോൾ കൂടുതൽ വിവരങ്ങളിൽ നിന്നുകൊണ്ട് തന്നെ സംസാരിക്കാൻ കഴിയുന്ന നിലയാണ്. ഇതെല്ലാം കടന്നുവരുന്ന ഒരു ചർച്ചയിലേക്ക്, ന്യൂസ് ആൻഡ് വ്യൂസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നത് ഡോക്ടർ VPP മുസ്തഫ, CPIM, ഷാജി ജോസഫ്, മാധ്യമപ്രവർത്തകൻ, TJ ശ്രീലാൽ, മാധ്യമപ്രവർത്തകൻ, അഡ്വക്കേറ്റ് നിപിൻ കൃഷ്ണൻ, BJP, റോണി കെ ബേബി, കോൺഗ്രസ്. റോണി കെ ബേബി ചർച്ചയിലേക്ക് എത്തുന്നതേ ഉള്ളൂ. ഞാൻ BJP പ്രതിനിധി നിപിനിൽ നിന്ന്, അഡ്വക്കേറ്റ് നിപിനിൽ നിന്ന് തുടങ്ങാം എന്ന് വിചാരിക്കുന്നു. നിപിൻ, വലിയ വിജയമാണ് ഉണ്ടായിട്ടുള്ളത്. ആ വിജയം യഥാർത്ഥത്തിൽ മുന്നണിക്കകത്ത് തന്നെ ബീഹാറിലും ദേശീയ രാഷ്ട്രീയത്തിലും നിതീഷ് കുമാറിനെ കൂടുതൽ കരുത്തനാക്കുന്നില്ലേ? 2020-ൽ BJP NDA അധികാരത്തിൽ വരികയും നിതീഷ് മുഖ്യമന്ത്രി ആവുകയും ചെയ്യുമ്പോഴുണ്ടായിരുന്ന ഒരു നിതീഷ് കുമാർ അല്ല. ആ പാർട്ടി BJPയോളം തന്നെ ഒപ്പത്തിനൊപ്പം എന്ന നിലയിൽ നിൽക്കുകയാണ്. ഇപ്പോൾ തന്നെ നോക്കിയാൽ BJPക്ക് 89, JDUവിന് 85 എന്ന നിലയിലാണ്. വോട്ട് ഷെയർ നോക്കിയാലും ഒപ്പത്തിനൊപ്പം നിൽക്കുന്ന നിലയിൽ വളരെ കരുത്തനാകുന്നു നിതീഷ്. ഈ തെരഞ്ഞെടുപ്പിലൂടെ NDA മുന്നണിക്കകത്ത് കൂടുതൽ കരുത്തനാകുന്നു എന്നതുകൂടി ബീഹാറിൻ്റെ ഈ ജനവിധി നൽകുന്നുണ്ട്. അങ്ങനെ ഒരു രാഷ്ട്രീയം കൂടി ഓർമ്മിപ്പിക്കുന്നുണ്ട്. അഡ്വക്കേറ്റ് നിപിൻ. ലല്ലു പ്രസാദ് യാദവിൻ്റെ ജംഗൽ രാജിൽ നിന്ന് കഴിഞ്ഞ 20 വർഷത്തെ NDA സർക്കാർ കാഴ്ചവെച്ച സദ്ഭരണം ജനങ്ങൾ 2 കൈ നീട്ടി സ്വീകരിച്ചിരിക്കുന്നു. എവറിത്തിങ് ഫോർ കാസ്റ്റ്, നത്തിങ് ഫോർ സ്റ്റേറ്റ് എന്ന ലല്ലുവിൻ്റെ മുദ്രാവാക്യത്തിൽ നിന്ന് എവറിത്തിങ് ഫോർ സ്റ്റേറ്റ്, ഡെലിവറൻസ് ടു സ്റ്റേറ്റ് എന്ന NDAയുടെ മുദ്രാവാക്യം ജനങ്ങൾ സ്വീകരിച്ചിരിക്കുന്നു. നിതീഷ് കുമാറും NDA സർക്കാരും നടപ്പിലാക്കിയ ജനോപകാരപ്രദമായ പദ്ധതികൾ ജനങ്ങൾ നെഞ്ചിലേറ്റിയിരിക്കുന്നു. 5400 പാലങ്ങൾ, 66,000 കിലോമീറ്റർ റോഡ്, 1,28,000 കോടി രൂപ കേന്ദ്ര ബഡ്ജറ്റിൽ ബീഹാറിന് അനുവദിച്ച ബീഹാറിൻ്റെ വിഹിതം, ഇതെല്ലാം ബീഹാറിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കിയിരിക്കുന്നു. ആ മാറ്റങ്ങൾക്ക് അനുകൂലമായി ജനങ്ങൾ വോട്ട് ചെയ്തിരിക്കുന്നു. 125 എന്ന ടാലിയിൽ നിന്ന് 202-ലേക്ക് NDA എത്തി നിൽക്കുന്നു. ജനങ്ങൾ കോൺഗ്രസിനെ ബീഹാറിൽ നിന്ന് പൂർണ്ണമായി തുടച്ചു നീക്കിയിരിക്കുന്നു. ഇതാണ് ഇന്ന് ഭാരതം കണ്ടത്. ഇത് ഭാരതം ഒട്ടാകെ മറ്റ് സ്റ്റേറ്റുകളിലേക്കും ഇത്തരം റിസൾട്ടുകൾ പടരും. ലോകാരാധ്യനായ പ്രധാനമന്ത്രി നരേന്ദ്രമോദിജി ജനങ്ങളെ അഭിസംബോധന ചെയ്ത് സംസാരിച്ചത് ഇതുതന്നെയാണ്. ഹരിയാനയിലെ വിജയം, മഹാരാഷ്ട്രയിലെ വിജയം, ഡൽഹിയിലെ ഒരുപാട് കാലത്തിന് ശേഷം ജനങ്ങൾ ഡൽഹിയിൽ BJPക്ക് തന്ന വിജയം, ബീഹാറിൽ തുടരുന്ന വിജയം, ഇതെല്ലാം സൂചിപ്പിക്കുന്നത് നരേന്ദ്രമോദി സർക്കാരിൻ്റെ പോപ്പുലാരിറ്റിയാണ്. നരേന്ദ്രമോദിയെ ജനങ്ങൾ 2 കൈ നീട്ടി സ്വീകരിക്കുന്നു. ആ വികസനം, കേന്ദ്ര സർക്കാർ നടപ്പിലാക്കുന്ന വികസനം ബീഹാറിലും വേണം. ബീഹാറിൽ വന്നുകൊണ്ടിരിക്കുന്ന മാറ്റം തുടരണമെന്ന് ജനങ്ങൾ വിധി എഴുതിയിരിക്കുന്നു. കോൺഗ്രസ് വോട്ട് ചോരി എന്ന് പറഞ്ഞ ക്യാമ്പയിൻ ജനങ്ങൾ തള്ളിക്കളഞ്ഞിരിക്കുന്നു. വോട്ട് ചോരി ഞാൻ പറഞ്ഞു തീർക്കട്ടെ. വോട്ട് ചോരി അതിലേക്ക് വരാം. നിപിൻ, ഇത് പറയുമ്പോഴും BJP ബീഹാറിന്റെ ഒരു രാഷ്ട്രീയ അസ്തിത്വത്തിൽ നിന്നുള്ള വിജയം എന്ന നിലയിലല്ലേ, ബീഹാറിന്റെ രാഷ്ട്രീയ അസ്തിത്വത്തിൽ നിന്നുള്ള നിതീഷിന്റെയും
ആ നിലയിലുള്ള ഒരു ബീഹാറിൻ്റെയും വിജയം എന്ന നിലയിലല്ലേ നിതീഷ് ഇതിനെക്കുറിച്ച് പ്രതികരിച്ചതിൽ വന്നിട്ടുള്ളതും തെളിഞ്ഞു നിൽക്കുന്നതുമായ ഒരു സാഹചര്യം? താങ്കൾ പറഞ്ഞതുപോലെ കേന്ദ്ര സർക്കാരിൻ്റെ കയ്യേറ്റ സഹായമുണ്ട്, വലിയ പാക്കേജുകൾ കൊടുത്തിട്ടുണ്ട്. ഇതൊക്കെ ഉണ്ടെങ്കിലും ബീഹാറിൽ മുന്നോട്ട് വെക്കുന്ന രാഷ്ട്രീയത്തിൻ്റെ മറ്റ് സംസ്ഥാനങ്ങളിൽ, മറ്റു വടക്കേന്ത്യൻ സംസ്ഥാനങ്ങളിൽ സംഘ് പരിവാർ മുന്നോട്ട് വെക്കുന്ന രാഷ്ട്രീയത്തിൽ നിന്ന് ഭിന്നമായി നിതീഷിലൂടെ NDA അവതരിപ്പിക്കുന്ന രാഷ്ട്രീയത്തിൻ്റെ ഒരു വിജയം എന്ന നിലയ്ക്കല്ലേ നിതീഷ് ഇതിനെ കാണുന്നത്? 2005 ആദ്യ NDA സർക്കാർ വരുമ്പോൾ നമുക്കുണ്ടായിരുന്ന ബീഹാർ സ്റ്റേറ്റിൽ പ്രതിവർഷം 1,20,000 കൊഗ്നൈസബിൾ ഒഫൻസുകൾ രജിസ്റ്റർ ചെയ്യുന്ന ഒരു സ്റ്റേറ്റായിരുന്നു. ലല്ലു പ്രസാദ് യാദവിൻ്റെ ജംഗൽ രാജ് നടന്നുകൊണ്ടിരിക്കുന്ന സ്റ്റേറ്റായിരുന്നു. ആ സ്റ്റേറ്റിൽ നിന്ന് ഇപ്പോഴുള്ള ബീഹാറിലേക്ക് പ്രതികരണത്തെക്കുറിച്ചാണ് പറഞ്ഞത്. ഞാൻ പറഞ്ഞത് വിജയത്തിന് ശേഷമുള്ള നിതീഷിന്റെ പ്രതികരണം നൽകുന്ന ഒരു സൂചനയെക്കുറിച്ചാണ് ഞാൻ ചോദിച്ചത്. അല്ല, ഞാൻ അതിലേക്കാണ് വരുന്നത്. നിതീഷ് കുമാർ മുഖ്യമന്ത്രിയായി നടത്തിയ ജനോപകാരപ്രദമായ പദ്ധതികൾ ജനങ്ങൾ നെഞ്ചിലേറ്റിയിട്ടുണ്ട്. അതിലെ പ്രധാനപ്പെട്ട ഒരു പദ്ധതിയാണ് 10,000 രൂപ ചെറുകിട വ്യവസായങ്ങൾക്ക് വേണ്ടി നേരിട്ട് അക്കൗണ്ടിലേക്ക് കൊടുത്തു. ഞാൻ പറഞ്ഞത് നിതീഷ് ഈ വിജയത്തിന് കൊടുക്കുന്ന ഒരു പാറ്റേൺ അല്ല, അദ്ദേഹത്തിൻ്റെ റിയാക്ഷൻ, അദ്ദേഹം അതിന് കൊടുക്കുന്ന പ്രാധാന്യം എന്ന് പറയുന്നത് നിങ്ങളത് കേന്ദ്രത്തിലേക്കും മോദിയിലേക്കും വെക്കാൻ ശ്രമിക്കുമ്പോൾ നിതീഷ് ബീഹാറിൽ തന്നെ നിർത്തുന്ന ബീഹാറിൻ്റെതായിട്ടുള്ളൊരു പൊളിറ്റിക്കൽ വിക്ടറിയിൽ നിന്നിട്ട് തന്നെയാണ് അതിനെ റെപ്രസെൻ്റ് ചെയ്യാൻ ശ്രമിക്കുന്നതെന്നാണ് ഞാൻ പറഞ്ഞത്. ആ വ്യത്യാസം പ്രതികരണങ്ങളിൽ ഉണ്ടെന്നാണ്. അദ്ദേഹത്തിൻ്റെ നേതൃത്വം അംഗീകരിച്ചുകൊണ്ടാണല്ലോ ഞങ്ങൾ അദ്ദേഹത്തെ മുഖ്യമന്ത്രിയാക്കിയത്. ശരി, ഓക്കെ, അത് ശരിയാണ്. അദ്ദേഹത്തിൻ്റെ നേതൃത്വം പൂർണ്ണമായും ഞങ്ങൾ അംഗീകരിക്കുന്നു. അതെ, അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തെ പൂർണ്ണമായും ഞങ്ങൾ അംഗീകരിക്കുന്നു. സീറ്റ് ഷെയറിങ്ങിൽ 101 സീറ്റിൽ BJPയും 101 സീറ്റിൽ JDU ആണ് മത്സരിച്ചത്. ഓക്കെ, അതൊക്കെ ശരി തന്നെയാണ്, അതിലൊന്നും ആർക്കും തർക്കമില്ലല്ലോ. നിപിൻ, ഞാൻ വരാം, അത് അങ്ങനെ തന്നെയാണ്. ഞാൻ അതിന്റെ ക്രെഡൻഷ്യൽസും കൂടെ ഒന്ന് പറഞ്ഞോട്ടെ. 90% സ്ട്രൈക്ക് റേറ്റ്, 90% സ്ട്രൈക്ക് റേറ്റ് ആണ് BJP അവിടെ കാഴ്ചവെച്ചത്. ആ സ്ട്രൈക്ക് റേറ്റിൽ നിന്ന് കുറച്ച് താഴെയാണ് JDUവിന്റെ പെർഫോമൻസ്. ആ സ്ട്രൈക്ക് റേറ്റിൽ നിന്ന് കുറച്ച് താഴെയാണ് JDUയുടെ പെർഫോമൻസ്. അത്രയ്ക്കില്ല നിപിൻ. ഏതായാലും അവിടെ നിൽക്കട്ടെ, ഞാൻ വരാം. കാരണം വോട്ട് ഷെയർ നോക്കിയാൽ വളരെ അടുത്തടുത്ത് നിൽക്കുകയാണ്. 2020 വെറും 43 സീറ്റ്. നമ്പർ ഓഫ് സീറ്റ്സ് അല്ല, നിങ്ങൾ സ്ട്രൈക്ക് റേറ്റ് ആണ് പറഞ്ഞത്. ആ സ്ട്രൈക്ക് റേറ്റിലാവട്ടെ, എന്താണ് വ്യത്യാസം? നോ, 89 BJP വിജയവും ലീഡും കൂടി 89, JDU രണ്ടും കൂടി 85. വളരെ ചെറിയ, ഇതിനപ്പുറം പോകാനില്ല. അതാണ് വേറെ. ശരി, ഞാൻ 1 മിനിറ്റ് മുൻപ് നോക്കിയപ്പോൾ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ വെബ്സൈറ്റിൽ കണ്ടത് 91-83 ആണ്. അല്ല, അതിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും വേരി ചെയ്യുന്നുണ്ട്. ഞാൻ 1 മിനിറ്റിന് മുമ്പാണ് നോക്കിയത്, ഒന്നുകൂടെ വേണമെങ്കിൽ നോക്കാം. പക്ഷേ അപ്പോഴും ഇങ്ങനെ നിൽക്കുകയാണ്. ഞാൻ പറഞ്ഞത് സ്ട്രൈക്ക് റേറ്റ് ഏതാണ്ട് ഒപ്പത്തിനൊപ്പം നിൽക്കുന്നു, വോട്ട് ഷെയർ ഒപ്പത്തിനൊപ്പം നിൽക്കുന്നു എന്നാണ് പറഞ്ഞതിൽ വലിയ വ്യത്യാസമില്ല. പക്ഷേ ഞാൻ പറഞ്ഞത്, ഞാനതാ ശ്രീ VPP മുസ്തഫയിലേക്ക് വരികയാണ്. 2020 വെറും 43 സീറ്റുണ്ടായിരുന്ന മുഖ്യമന്ത്രി, എന്നിട്ടും മുഖ്യമന്ത്രിയാകാൻ BJP അനുവദിച്ച നിതീഷ്, അദ്ദേഹത്തിൻ്റെ പാർട്ടി അതിഗംഭീരമായി കൂടുതൽ സീറ്റുകളിലേക്ക് വരികയും BJPയും അതുപോലെ മുന്നിലേക്ക് വരികയും ചെയ്തതിലൂടെ വലിയൊരു വിജയത്തിലേക്കാണ് ബീഹാറിൽ പോയത്. പക്ഷേ വലിയ രാഷ്ട്രീയ പ്രശ്നങ്ങൾ അവതരിപ്പിച്ചാണ് മഹാസഖ്യം, ശ്രീ മുസ്തഫ, ഇടതുപക്ഷം അടക്കം അവിടെ ഈ സഖ്യത്തിൻ്റെ ഭാഗമായി നിന്ന് തെരഞ്ഞെടുപ്പിൽ മുന്നോട്ട് പോയത്. പക്ഷേ തെരഞ്ഞെടുപ്പ് ഈ റിസൾട്ട് വന്നതിന് ശേഷം വിലയിരുത്തുമ്പോൾ മനസ്സിലാക്കേണ്ടത് എന്താണ്? നിതീഷ്, BJP, ആ NDA സഖ്യം തെരഞ്ഞെടുപ്പിൽ അവർ മുന്നോട്ട് വെച്ച തന്ത്രങ്ങളുണ്ട്, അവരുടെ കാഴ്ചപ്പാടുകളുണ്ട്, അവർ ജനങ്ങൾക്ക് കൊടുത്ത വാഗ്ദാനങ്ങളുണ്ട്. ഇത് വിലയിരുത്തുന്നതിൽ, അത് മനസ്സിലാക്കി തെരഞ്ഞെടുപ്പിനെ തന്ത്രങ്ങൾ ആവിഷ്കരിക്കുന്നതിൽ മഹാസഖ്യം പരാജയപ്പെട്ടില്ലേ? അതല്ലേ ഈ ഒരു അവസ്ഥയ്ക്ക് കാരണം? ഒരു പ്രധാന കാരണം അതല്ലേ? ഇടതുപക്ഷത്തിനടക്കം നല്ല തിരിച്ചടി സംഭവിച്ചിട്ടുണ്ട്. CPIML വലിയ തോതിൽ സീറ്റ് നഷ്ടപ്പെട്ടു. CPIM ഒരു സീറ്റിൽ, 2ഇടത്തായിരുന്നു, ഒരിടത്ത് വിജയിക്കുകയും ചെയ്തിട്ടുണ്ട്. വിഭൂതിപൂരിലാണ് അജയ്കുമാർ 10,281 വോട്ടിന് JDUവിനെ തോൽപ്പിച്ചത്. ഇതാണ് ഇടതുപക്ഷത്തിൻ്റെ അവിടുത്തെ നിലവിലെ ഒരു സ്ഥിതി. ശ്രീ മുസ്തഫ. തീർച്ചയായിട്ടും ഇന്നത്തെ ഒരു ദേശീയ രാഷ്ട്രീയ പശ്ചാത്തലത്തിൽ കൂടി നോക്കുമ്പോൾ ശരത്ത് സൂചിപ്പിച്ചതുപോലെ ബീഹാറിലെ തെരഞ്ഞെടുപ്പ് വിധി ജനാധിപത്യ മതനിരപേക്ഷ പ്രസ്ഥാനങ്ങളെ സംബന്ധിച്ചിടത്തോളം നിരാശ ഉണ്ടാക്കുന്ന ഒന്ന് തന്നെയാണ്. ഇങ്ങനെ ഒരു ജനവിധിയല്ല ഇന്നത്തെ ഒരു സാഹചര്യത്തിൽ നമ്മൾ പ്രതീക്ഷിച്ചത്. അനുഭവം നമ്മുടെ മുന്നിലുണ്ട്, വർത്തമാന യാഥാർത്ഥ്യങ്ങൾ.
പക്ഷെ അതിനനുസൃതമായിട്ടല്ല ജനവിധി ഉണ്ടായിരിക്കുന്നത്. അതുകൊണ്ട് ആഴത്തിൽ പരിശോധിക്കേണ്ട ഒന്നാണ് ബീഹാറിലെ ജനവിധിയുടെ കാരണങ്ങൾ. എന്തുകൊണ്ട് ഇങ്ങനെ തന്നെ ബീഹാർ പോലെ ഒരു സംസ്ഥാനത്ത് ഇത്രമാത്രം ജനവിരുദ്ധമായിട്ടുള്ള, ജനങ്ങളുടെ ജീവിതം ഏറ്റവും ക്ലേശകരമായ സാഹചര്യത്തിലേക്ക് പോകുമ്പോഴും എന്തുകൊണ്ട് അതേ ഭരണ സംവിധാനം തന്നെ തുടരുന്ന വിധത്തിലൊരു ജനവിധി ഉണ്ടായി എന്നുള്ളത് ഗൗരവമായി പരിശോധിക്കപ്പെടേണ്ടതാണ്. ബീഹാറിനെ കുറിച്ച് BJPയുടെ പ്രതിനിധികൾ എന്ത് തന്നെ അവകാശപ്പെട്ടിരുന്നാലും നമ്മുടെ കൺമുന്നിൽ ഒരു യാഥാർത്ഥ്യമുണ്ടല്ലോ. ഈ തെരഞ്ഞെടുപ്പ് പ്രചരണമൊക്കെ നടക്കുമ്പോൾ കൈരളി ചാനൽ വിടൂ, അതല്ലാത്ത മലയാളത്തിലെ മറ്റു ചാനലുകൾ പലതും അത് പരോക്ഷമായി പലപ്പോഴും ദേശീയ രാഷ്ട്രീയത്തിൽ BJPയുടെ പക്ഷം നിൽക്കുന്നവരുമാണ്. പക്ഷെ അവർ തന്നെ ബീഹാറിലെ വല്ലാത്ത ചില സാഹചര്യങ്ങൾ നമ്മുടെ മുന്നിൽ കാണിക്കുകയുണ്ടായി. പ്രത്യേകിച്ച് മാതൃഭൂമി ഉൾപ്പെടെയുള്ള പത്രവും ചാനലും എല്ലാം വലിയ നിലയിൽ ബീഹാറിലെ ദാരിദ്ര്യാവസ്ഥയും അവിടുത്തെ ജീവിതത്തിലെ നിലവാരത്തിലെ ഏറ്റവും ദയനീയമായ സ്ഥിതികളുമെല്ലാം മലയാളികളെ ഉൾപ്പെടെ കാണിക്കുകയുണ്ടായി. പക്ഷേ എന്നിട്ടും എന്തുകൊണ്ട് ബീഹാറിലെ ജനവിധി അവിടെ ഈ തുടർച്ചയായി അധികാരത്തിലിരിക്കുന്ന NDA സഖ്യത്തിന് അനുകൂലമായിട്ട് വന്നു എന്നുള്ളത് ഗൗരവമായ പഠനത്തിനും വിലയിരുത്തലിനും വിധേയമാക്കേണ്ട ഒന്നാണ്. തീർച്ചയായിട്ടും ഞാൻ അതുകൊണ്ടാണ് ആവർത്തിക്കുന്നത്, ഇന്നത്തെ ഒരു സാഹചര്യത്തിൽ ഇങ്ങനെ ഒരു ജനവിധിയല്ല ഇന്ത്യയിലെ ജനാധിപത്യ മതനിരപേക്ഷ കക്ഷികൾ പ്രതീക്ഷിച്ചിരുന്നത്. അതിൽ നിന്ന് വ്യത്യസ്തമായിട്ടാണ് ഉണ്ടായിരിക്കുന്നത്. എന്നാൽ ഇങ്ങനെയൊരു തിരിച്ചടി RJDയെ സംബന്ധിച്ചിടത്തോളം, അല്ലെങ്കിൽ RJD നേതൃത്വം നൽകുന്ന അവിടുത്തെ ബീഹാറിലെ പ്രതിപക്ഷത്തെ സംബന്ധിച്ചിടത്തോളം ആദ്യവുമല്ല ശരത്തെ. 2010 ജനവിധി ഇതുപോലെ തന്നെയായിരുന്നു. അന്ന് RJDക്ക് 22 സീറ്റ് മാത്രമേ കിട്ടിയിട്ടുള്ളൂ. ഇന്ന് അതിനേക്കാൾ 4-5 സീറ്റെങ്കിലും കൂടുതൽ RJDക്ക് ഉണ്ട്. ഞാൻ അതിനെ ന്യായീകരിക്കുകയല്ല അങ്ങനെ പറഞ്ഞിട്ട്. പക്ഷേ ഈ പ്രതിപക്ഷത്തിന് RJDക്ക് ബീഹാറിൽ ദയനീയമായ തിരിച്ചടി കിട്ടുന്നത് ആദ്യമല്ല എന്ന് ഓർമ്മിപ്പിക്കുക മാത്രമാണ്. അത് 2010 സമാനമായ ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ക്ലീപ് സീൻ തന്നെയാണ് അന്നും നിതീഷ് കുമാറിന് അനുകൂലമായിട്ട് ബീഹാറിൽ ഉണ്ടായിരുന്നത്. എന്നാൽ ഇപ്പോൾ അതുപോലെ ഒരു വിധിയാണ് വന്നിരിക്കുന്നത്. ഇന്നത്തെ സാഹചര്യത്തിൽ അങ്ങനെയല്ല ഉണ്ടാകേണ്ടിയിരുന്നത്, പക്ഷേ അങ്ങനെ ഒരു വിധിയാണ് വന്നിരിക്കുന്നത്. നിരവധി കാരണങ്ങൾ നമ്മൾ നേരത്തെ തന്നെ അവിടെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളുടെ ഭാഗമായിട്ട് വോട്ടർ പട്ടിക പുതുക്കലാണല്ലോ ഏത് തെരഞ്ഞെടുപ്പിൻ്റെയും അടിസ്ഥാന ഘടകം. ആ വോട്ടർ പട്ടിക പുതുക്കുന്ന സമയം തൊട്ട് തന്നെ ബീഹാറിലെ തെരഞ്ഞെടുപ്പിനെ സംബന്ധിച്ചുള്ള വലിയ ആശങ്കകൾ ഉയർന്നു വന്നത് നമ്മുടെ ഓർമ്മയിലുണ്ട്. 65 ലക്ഷം വോട്ടർമാരാണ് നേരത്തെ പല തെരഞ്ഞെടുപ്പുകളിൽ വോട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന, നിലവിൽ വോട്ടർ പട്ടികയിൽ പേരുണ്ടായിരുന്ന 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പ് വരെയും വോട്ടർ ലിസ്റ്റിൽ പേരുണ്ടായിരുന്ന 65 ലക്ഷം വോട്ടർമാരെയാണ് പ്രത്യേക തീവ്ര പരിശോധന എന്ന പേരിൽ മുസ്തഫ, ഇന്ന് ഈ തെരഞ്ഞെടുപ്പ് വിജയത്തിന്റെ ആവേശത്തിൽ പ്രധാനമന്ത്രി അതേക്കുറിച്ച് പ്രതികരിച്ചത് ഈ തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തെ ജനം അംഗീകരിച്ചു എന്നാണ് പ്രധാനമന്ത്രി അല്പം മുമ്പ് അതേക്കുറിച്ച് പറഞ്ഞ ഒരു പ്രധാനപ്പെട്ട കാര്യം. ആ നിലയ്ക്ക് അവർക്ക് അവകാശപ്പെടാൻ കഴിയുന്നുണ്ടല്ലോ. അല്ല, അതാണ് ഞാൻ ചോദിച്ചത്, എന്തുകൊണ്ടാണ് ഇങ്ങനെ വന്നത് എന്നുള്ളത്. ജനങ്ങൾ എന്തുകൊണ്ട് BJPയുടെയും നിതീഷ് കുമാറിൻ്റെയും ഭരണത്തിന് അനുകൂലമായിട്ട് വോട്ട് ചെയ്തു എന്നുള്ളത് ഒരു സങ്കീർണമായ സാഹചര്യമാണ്. നമുക്കറിയാലോ, ഇപ്പം ദേശീയ തലത്തിൽ നിങ്ങൾ നോക്കൂ, യഥാർത്ഥത്തിൽ നരേന്ദ്രമോദിയുടെ ഭരണത്തിൽ വലിയ നിലയിലുള്ള വിലക്കയറ്റം, പണപ്പെരുപ്പം, അതിൻ്റെ ഭാഗമായിട്ട് ജീവിത ദുരിതങ്ങൾ വർദ്ധിക്കുന്നു. ബീഹാറിലൊക്കെ ഗ്രാമീണ ജനത കഴിഞ്ഞൊരു 10-20 വർഷമായിട്ട് ഏറ്റവും കൂടുതൽ ആശ്രയിക്കുന്നത് തൊഴിലുറപ്പ് പദ്ധതിയാണ്. 2004 അന്നത്തെ UPA ഗവൺമെന്റ് ആവിഷ്കരിച്ച തൊഴിലുറപ്പ് പദ്ധതിയാണ് കഴിഞ്ഞ കുറച്ചു കാലമായിട്ട്, പ്രത്യേകിച്ച് കോവിഡ് പോലെ അടച്ചിടൽ ഏറ്റവും രൂക്ഷമായിരുന്ന കാലത്ത് പോലും ബീഹാറിലെ ഗ്രാമീണ ജനതയുടെ വലിയ ആശയം അതാണ്. ആ തൊഴിലുറപ്പ് പദ്ധതിയുടെ കാര്യത്തിൽ ഇന്ത്യയിൽ ഏറ്റവും മോശം പെർഫോമൻസ് ബീഹാറിലാണ്. നമ്മൾ പറയുന്നതല്ല. ഇപ്പോൾ BJPയുടെ പ്രതിനിധി അവിടെ പാലം ഉണ്ടാക്കിയതും റോഡ് ഉണ്ടാക്കിയതിൻ്റെയൊക്കെ കണക്ക് പറഞ്ഞല്ലോ. അതുപോലെയുള്ള ഒരു കണക്ക് നീതി ആയോഗിൻ്റെതും അതുപോലെ MGNREGSന്റെ ദേശീയ മോണിറ്ററിംഗ് സെല്ലിൻ്റെതും ഉണ്ട്. അതിൻ്റെ വെബ്സൈറ്റിൽ പോയാൽ ശരത്തെ നിങ്ങൾക്കും കാണാം. അതിൽ നോക്കിയാൽ ഈ തൊഴിലുറപ്പ് പദ്ധതിയുടെ നിർവഹണത്തിൽ ഏറ്റവും മോശം പെർഫോമൻസ് ഉള്ള സംസ്ഥാനങ്ങളുടെ കൂട്ടത്തിലാണ് ബീഹാർ. എന്നിട്ടും എന്തുകൊണ്ട് ബീഹാറിലെ ഈ ഗ്രാമീണ ജനത അല്ലെങ്കിൽ നഗര ജനത ഭേദമില്ലാതെ BJPയുടെ ഒപ്പം നിന്നു എന്നുള്ളത് സങ്കീർണമാണ്, നമ്മളെ അത്ഭുതപ്പെടുത്തുന്ന ഒരു വിധിയാണ്.
അവിടുത്തെ ജീവിത സാഹചര്യങ്ങൾ എത്രമാത്രം ദയനീയമാണ് എന്ന് ശരി. കേന്ദ്ര ആരോഗ്യ കുടുംബക്ഷേമ മന്ത്രാലയത്തിന്റെ കണക്കുകൾ നോക്കൂ നിങ്ങൾ. ഞാൻ വിശദാംശങ്ങളിലേക്ക് പോകല്ല ശരത്തെ. ഇങ്ങനെയൊക്കെ ഉള്ള ഒരു സംസ്ഥാനത്ത് എന്തുകൊണ്ട് ഇങ്ങനെ വന്നു? അത് ഈ വോട്ടർ പട്ടിക പുതുക്കലിനെ അംഗീകരിച്ചു എന്നൊക്കെ പറയുന്നത് എത്ര ആഴത്തിൽ വർഗീയമായി മനുഷ്യർ വിഭജിക്കപ്പെട്ടു എന്നുള്ളതിന്റെ തെളിവാണ്. ശരി, പ്രധാനമന്ത്രി അങ്ങനെയാണ് അവകാശപ്പെടുന്നതെങ്കിൽ ഈ തീവ്ര വോട്ടർ പട്ടിക പരിശോധനയെ ബീഹാറിലെ ജനത അംഗീകരിച്ചു എന്നാണ് അദ്ദേഹത്തിന്റെ അവകാശവാദമെങ്കിൽ ബീഹാർ പോലെ ഒരു സംസ്ഥാനത്തെ ഇന്ത്യയിലെ പൗരന്മാരെ ജാതിയുടെ മതത്തിന്റെ അടിസ്ഥാനത്തിൽ എത്ര തീവ്രമായി വിഭജിക്കപ്പെട്ടിരിക്കുന്നു എന്ന് നമുക്ക് വിലയിരുത്തേണ്ടി വരും. ശരി, ഞാൻ താങ്കളിലേക്ക് മടങ്ങി വരാം. ശ്രീ റോണി കെ ബേബി, കോൺഗ്രസ് പ്രതിനിധി കൂടി ഈ ചർച്ചയിലേക്ക് എത്തിയിട്ടുണ്ട്. റോണി, ഇതിലൊരു പ്രധാനപ്പെട്ട കാര്യം, ഇപ്പോൾ മഹാസഖ്യത്തിൻ്റെ മഹാപരാജയം, മഹാതോൽവി എന്നത് വിലയിരുത്തുമ്പോൾ അതിൽ വളരെ വലിയൊരു പങ്കുള്ള പാർട്ടിയാണ് കോൺഗ്രസ്. വലിയ പങ്കും വലിയ ഉത്തരവാദിത്വവും കോൺഗ്രസിനുണ്ട് എന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഇതിനോടകം അതൊക്കെ വലിയ ചർച്ചയിലേക്ക് വന്നു. പേയ്മെൻറ്റ് സീറ്റ്, ആ പേയ്മെൻറ്റ് സീറ്റിലൂടെ സീറ്റുകൾ കൊടുക്കുക, അതിലൂടെ ഘടകകക്ഷികൾക്കെതിരെ തന്നെ മുന്നണി മര്യാദയ്ക്ക് നിരക്കാത്ത വിധത്തിലേക്ക് സൗഹൃദ മത്സരം എന്ന പേരിൽ മത്സരിക്കുക, പ്രിയങ്കയെ പോലെയുള്ള നേതാക്കളോട് പ്രചാരണം നടത്തുക, അങ്ങനെ നിങ്ങളൊരു ആത്മഹത്യാ സ്ക്വാഡായി മാറുക. 1-2 സീറ്റല്ല, അത് വളരെ പ്രധാനപ്പെട്ടതാണ്. അത് ആ സഖ്യത്തെ വല്ലാതെ ബാധിച്ചിരിക്കുന്നു. വലിയ തോതിൽ വിലപേശി കൂടുതൽ സീറ്റുകൾ വാങ്ങുന്നു. ഇവിടെ അപ്പുറത്ത് സ്ട്രൈക്ക് റേറ്റ് എന്ന് പറയുന്നത് മാക്സിമം വിജയിക്കുന്ന കാര്യത്തിലാണെങ്കിൽ BJPക്കും JDUവിനുമെങ്കിൽ ഇപ്പുറത്ത് കോൺഗ്രസിനെ സംബന്ധിച്ച് സ്ട്രൈക്ക് റേറ്റ് എന്ന് പറയുന്നത് ഏറ്റവും കൂടുതൽ തോൽക്കുന്ന കാര്യത്തിലാണ്. അത്ര വലിയ പതനത്തിലേക്കാണ് പോയിട്ടുള്ളത്. നിങ്ങളും സ്വയം തകരുന്നു, മുന്നണിയെ കൂടി മുക്കി താഴ്ത്തുന്നു. ഇതാണ് യഥാർത്ഥത്തിൽ ബീഹാറിൽ നിങ്ങൾ കാഴ്ചവെച്ച രാഷ്ട്രീയം എന്ന വിമർശനം ഉയരുമ്പോൾ മറുപടി എന്താണ് റോണി? ഈ തെരഞ്ഞെടുപ്പിൽ എനിക്ക് ഒരു അത്ഭുതമേ ഉള്ളൂ. ആ അത്ഭുതം എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ് BJP മുന്നണിക്ക് 243 സീറ്റും കിട്ടിയില്ല എന്നൊരു അത്ഭുതമേ എനിക്കുള്ളൂ. ഇപ്പോൾ പ്രധാനമന്ത്രി പറയുന്നു, നിങ്ങളുടെ നേതാക്കൾ അങ്ങനെയൊന്നുമല്ലല്ലോ പറഞ്ഞത്. BJPയുടെ ബീഹാർ തന്ത്രം ആദ്യ ഫേസിൽ തന്നെ തകർന്നു എന്ന് പറഞ്ഞ നേതാക്കളുണ്ട്. അങ്ങനെയായിരുന്നു ഇതുവരെയുള്ള വിലയിരുത്തൽ. റോണി പറഞ്ഞ പോലെ ഒന്നും അല്ല. അല്ല, ഞാൻ പറയാം, എനിക്ക് അത്ഭുതമേ ഉള്ളൂ. എന്തുകൊണ്ടാണ് 243 സീറ്റും BJP കിട്ടിയില്ല എന്നതിൽ എനിക്ക് അത്ഭുതമുള്ളൂ. കാരണം ഞങ്ങൾ ഉന്നയിച്ച ആക്ഷേപമാണ് ഇപ്പോൾ പ്രധാനമന്ത്രി ശരിവച്ചിരിക്കുന്നത്. അദ്ദേഹം പറയുന്നത് എളുപ്പമായിരുന്നു റോണി, എളുപ്പമായിരുന്നു. നിങ്ങളിപ്പോൾ ഒരു 15-16 സീറ്റിലാണ് സൗഹൃദ മത്സരം എന്ന് പറഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും മത്സരിച്ചത്. നിങ്ങൾ കുറച്ചുകൂടെ സീറ്റിൽ അങ്ങ് മത്സരിച്ചാൽ മതിയായിരുന്നു, മുന്നണിക്കെതിരെ തന്നെ. അപ്പോൾ നിങ്ങൾ പറഞ്ഞാൽ BJP ഫുള്ളായിട്ടങ്ങ് ജയിച്ചോണ്ടേനെ. ശരത്തെ, എന്റെ പോയിന്റ് ഒന്ന് മുന്നോട്ട് വയ്ക്കാൻ വല്ലാതെ അത്ഭുതം തോന്നുകയാണ്. ഇപ്പോൾ ഈ ജനൻ TV ചർച്ച ചെയ്തതിനേക്കാൾ രൂക്ഷമായിട്ടാണല്ലോ കൈരളി TV ചർച്ച ചെയ്തത്. എനിക്ക് അത്ഭുതമാണ്. അവസ്ഥയിൽ ആ സഖ്യത്തെ കൊണ്ട് എത്തിച്ചില്ലേ നിങ്ങൾ? ആ അവസ്ഥയിൽ ആ സഖ്യത്തെ കൊണ്ട് കോൺഗ്രസ് എത്തിച്ചോ? ചോദ്യം അതാണ്. പ്രധാനമന്ത്രി തന്നെ പറഞ്ഞു SIR-ന് ബീഹാറിലെ ജനം ഇന്ന് അംഗീകാരം കൊടുത്തിരിക്കുകയാണ്. അതിലൂടെ അദ്ദേഹം പറയുന്നത് എന്താ, ഈ തെരഞ്ഞെടുപ്പിൽ BJP ഇത്രയും ജയിക്കുവാൻ കാരണം SIR ആണ് എന്ന് പ്രധാനമന്ത്രി തന്നെ അദ്ദേഹം സമ്മതിച്ചിരിക്കുകയാണ്. ഇതാണ് ഞങ്ങൾ ഈ തെരഞ്ഞെടുപ്പിന് മുന്നേ തന്നെ ഞങ്ങൾ ഉയർത്തിക്കൊണ്ടുവന്നിരിക്കുന്ന ആരോപണം. അത് തന്നെയാണ് ഞാൻ അതുകൊണ്ടാണ് പറഞ്ഞത്. ഇവർക്ക് എന്തുകൊണ്ട് 243 കിട്ടിയില്ല എന്നൊരു അത്ഭുതമേ ഉള്ളൂ. കാരണം എന്താ, ഇവിടെ കൃത്യമായി തെരഞ്ഞെടുപ്പ് കുറിച്ചിരിക്കുന്നു. ബീഹാർ ഇപ്പോൾ നിങ്ങൾ പറയും തോറ്റപ്പോൾ കോൺഗ്രസ് ഒരു വാദവുമായി വന്നതാണ് എന്ന്. തോറ്റപ്പോൾ അല്ല, ഇതിനു മുമ്പേ തന്നെ SIR എന്ന് പറയുന്ന വിഷയവുമായി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അത് ബീഹാർ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്നതിന് വെറും 3 മാസങ്ങൾക്ക് മുമ്പ്, കഴിഞ്ഞ ഓഗസ്റ്റ് മാസം, നവംബറിൽ തെരഞ്ഞെടുപ്പ് എത്ര മാസമുണ്ടെന്ന് നോക്കി, ജൂലൈ, ഓഗസ്റ്റ്, സെപ്റ്റംബർ 3-3 മാസം മുന്നേ എന്ത് ചെയ്യുക, SIR-ുമായിട്ട് വന്നിരിക്കുക. ഇപ്പോൾ സുപ്രീം കോടതി ചോദിച്ചു, എന്താണ് ഇപ്പോൾ ഇത്രയും അത്യാവശ്യം, നിങ്ങൾക്ക് എന്താണ് നിങ്ങൾക്ക് ഇത്രയും അനിവാര്യത, വാട്ട് ഈസ് ടൈമിംഗ്? ഇപ്പോൾ ഇത് ഈ SIR പ്രഖ്യാപിക്കാനുള്ള കാരണം ഈ തെരഞ്ഞെടുപ്പിൽ BJP ഇത് വളരെ ഇന്ത്യൻ ജനാധിപത്യം വളരെ അപകടകരമായിട്ടുള്ള ഒരു തുരിച്ചിലെത്തിയിരിക്കുന്നത്. കോൺഗ്രസിനെ സ്നേഹിക്കുന്നവർ മാത്രമല്ല ഇക്കാര്യത്തിൽ വിഷമിക്കേണ്ടത്. റോണി, കേരളത്തെ സംബന്ധിച്ച് കേരളത്തിന്റെ ഒരു പൊതുവികാരം, വളരെ ശക്തമായ വികാരം. റോണി, ഒരു സെക്കൻഡ്. കേരളത്തിന്റെ ഒരു പൊതുവികാരം അതിശക്തമായി രാജ്യത്തെ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് ഭിന്നമായി SIR-നെതിരെ വളരെ ശക്തമായ പ്രതിഷേധമുള്ളൊരു സ്റ്റേറ്റാണ് കേരളം. ഇവിടെ കേരളം ആ നിലയിൽ തന്നെ അതുമായി മുന്നോട്ട് പോകുന്ന തർക്കമൊന്നുമില്ല. കോൺഗ്രസ് തുടക്കം മുതൽ പറയുന്നു, പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി വോട്ട് ചോരിയുമായി ബന്ധപ്പെട്ട് പല കാര്യങ്ങളും വെളിപ്പെടുത്തി, അതുമായി ബന്ധപ്പെട്ട് വലിയ അധ്വാനം നടത്തിയതൊക്കെ നമ്മുടെ മുമ്പിലുണ്ട്. പക്ഷേ ചോദ്യം, ഇങ്ങനെ ഒരു ഘട്ടത്തിൽ ആ പോരാട്ടത്തിൽ നിങ്ങൾ തേജസ്വി യാദവുമായി ഒത്തുചേർന്ന് വോട്ടധികാർ യാത്രയൊക്കെ നടത്തിയ നിങ്ങൾ ബീഹാറിൽ ആ മുന്നണിക്ക് ഒരു ക്രെഡിബിലിറ്റി ഉണ്ട് എന്ന ഒരു പ്രതീതി സൃഷ്ടിക്കുന്ന ഘട്ടത്തിൽ എന്തേ നിങ്ങൾ ഒരു മുന്നണിക്കകത്ത്, അപ്പുറത്ത്
JDU-വും BJP-യും എത്രമാത്രം ഒരു മുന്നണി എന്ന നിലയിൽ സഹകരിച്ച് പ്രവർത്തിച്ചു. നിങ്ങൾ ആ മുന്നണിയെ തന്നെ മുക്കിക്കൊല്ലും വിധത്തിലേക്ക് മുന്നണിയിൽ മറ്റു പാർട്ടികൾക്ക് കൊടുത്ത CPI അടക്കമുള്ള പാർട്ടികൾ കൊടുത്ത സീറ്റിൽ പോയി മത്സരിച്ച കൂട്ടരല്ലേ? നിങ്ങൾ ആ സീറ്റുകൾ പേയ്മെൻറ്റ് സീറ്റാക്കിയില്ലേ? ആ പേയ്മെൻറ്റ് സീറ്റിലേക്ക് നിങ്ങളുടെ ദേശീയ നേതാക്കൾ പ്രചാരണത്തിന് പോയില്ലേ? ഈ നിങ്ങളാണോ എന്നിട്ട് വലിയ വായിൽ ആ മഹാസഖ്യത്തെക്കുറിച്ച് പറയുന്നത്? നിങ്ങൾക്ക് വലിയ ഉത്തരവാദിത്വമുണ്ട് ആ പരാജയത്തിൽ, അവിടുത്തെ തകർച്ചയിൽ. ഇതാണ് വിമർശനം. ഇത്തരം ബാലിശമായ വാദങ്ങൾ മുന്നോട്ട് വയ്ക്കുമ്പോൾ യഥാർത്ഥ വിഷയങ്ങൾ ശരിയായത് റോണി പറഞ്ഞതാ. ബാലിശമാണ് എങ്കിൽ ശരിയായത് അവിടെ സൗഹൃദ മത്സരം സംഘടിപ്പിച്ചോ? അവിടെ കോൺഗ്രസ് സൗഹൃദ മത്സരം സംഘടിപ്പിച്ചോ? ചോദ്യം നമ്പർ 1. റോണി, ചോദ്യം നമ്പർ 1. 3 സീറ്റിൽ മത്സരിച്ചതുകൊണ്ടാണോ BJP ഇപ്പോൾ ബാലിശമായ വാദങ്ങൾ മുന്നോട്ട് വയ്ക്കരുത്? ബാലിശമാകുന്നത് എങ്ങനെയാണ്? നിങ്ങൾ പറയുന്നു രാജ്യത്തെ വിപത്താണ്, രാജ്യത്തെ വിപത്താണ് BJP, രാജ്യത്തെ വിപത്താണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അതിനെ ചെറുക്കാൻ പോകുന്ന കൂട്ടരാണോ ഇങ്ങനെ സൗഹൃദ മത്സരം സംഘടിപ്പിക്കുന്നത്? നമ്മൾ അതിന് പകരം പോവുക, കോടതിയിലേക്ക് പോവുക. അതല്ല ഞാൻ ശ്രീ ഷാജി ജോസഫ് 3 സീറ്റ് കോൺഗ്രസും RJD മത്സരത്തെ വിഷയം അല്ല ഇവിടെ ചർച്ച ചെയ്തത്. ഷാജി ജോസഫ്, ആ പോയിന്റിൽ താങ്കൾ എന്ത് പറയും? ഇപ്പോൾ ബീഹാറിനെ നന്നായി അറിയുന്ന, ദീർഘകാലം അവിടെ മാധ്യമപ്രവർത്തനം നടത്തി, ഈ തെരഞ്ഞെടുപ്പ് കാലത്തും അവിടെ പല റൗണ്ട് അവിടെ സഞ്ചരിച്ച് കാര്യങ്ങൾ വിലയിരുത്തിയ ഒരു മാധ്യമപ്രവർത്തകൻ എന്ന നിലയിൽ റോണി പറയുകയാണ്, നമ്മൾ ഈ പകലൊക്കെ ചർച്ച ചെയ്തപ്പോൾ ഏറ്റവും അധികം നിഴലിച്ചൊരു പ്രശ്നം എന്ന നിലയിലാണ് ഞാൻ ഈവനിങ്ങിലും ഈ ചർച്ചയിലേക്ക് ആ വിഷയം കൊണ്ടുവരുന്നത്. അദ്ദേഹം പറയുന്നത് സൗഹൃദ മത്സരം എന്നത് ബാലിശമായ ഒരു ആരോപണമാണ്. അത് 3 സീറ്റിൽ മാത്രമാണ്. 2 വളരെ ശക്തമായി റോണി പകലുണ്ടായിരുന്നില്ല, ചർച്ചകളിൽ വന്നാണ്. അത് കോൺഗ്രസ് ഒരു റിസോഴ്സായി ഉപയോഗിച്ചു എന്നാണ് നിരീക്ഷകരായ ആളുകൾ പറയുന്നത്. ഞാൻ അതിനെ തുറന്നു തന്നെയാണ് പറഞ്ഞത്. അതൊരു പേയ്മെൻറ്റ് സീറ്റ് സംവിധാനം ആക്കി മാറ്റി എന്ന വിമർശനം ഉയരുന്നു. ശ്രീ ഷാജി ജോസഫ്, റോണിയുടെ ആ വാദം നിലനിൽക്കുന്നതാണോ? താങ്കളുടെ ഒരു അനുഭവം എന്താണ്? പറയാൻ പറ്റുന്നത് എന്താണ്? കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം, പ്രത്യേകിച്ച് ബീഹാറിൽ കോൺഗ്രസിൻ്റെ ഒരു നയമായി മാറിയിരിക്കുകയാണ് ഇരിക്കുന്ന ചില്ല മുറിക്കുക എന്നുള്ളത്. 2020 തെരഞ്ഞെടുപ്പിലേക്ക് പോകൂ. 70 സീറ്റാണ് RJDയോട് ബാർഗെയിൻ ചെയ്ത് മത്സരിച്ചത്. നേടിയത് 19 സീറ്റ്. ഏറ്റവും വലിയ ഒറ്റക്കക്ഷിയായി അന്ന് വന്ന RJDക്ക് ഒരു ഗവൺമെൻറ് ഫോർമേഷൻ ഡിനൈ ചെയ്യുന്ന കാര്യത്തിൽ ഏറ്റവും വലിയ കൺട്രിബ്യൂഷൻ നടത്തിയത് RJDയുടെ സഖ്യകക്ഷിയായിരുന്ന കോൺഗ്രസ് തന്നെയാണ്. ഇതൊക്കെ വസ്തുതകളല്ലേ? ഇപ്രാവശ്യം ആരാണ് പറഞ്ഞ് 3 സീറ്റിലെ സൗഹൃദ മത്സരം ഉണ്ടായിരുന്നു എന്ന്? 15ഓളം സീറ്റിൽ ഏറ്റുമുട്ടി സൗഹൃദം എന്ന പേരിൽ. ഈ സീറ്റുകളിലൊക്കെ BJPയുടെ വിജയത്തിന് RJDക്ക് ജയിക്കാം എന്ന് കൃത്യമായി കണക്ക് കൂട്ടുന്ന സീറ്റുകളിൽ, അല്ലെങ്കിൽ മഹാസഖ്യത്തിന് ജയിക്കാമെന്ന് കൃത്യമായി അവരുടെ രാഷ്ട്രീയ റൈവൽസ് പോലും അംഗീകരിക്കുന്ന സീറ്റുകളിൽ സൗഹൃദ മത്സരമെന്ന ഓമനപ്പേരിട്ട് മത്സരിച്ചത് കൊണ്ട് ആ സീറ്റുകൾ BJPയുടെ കിട്ടിയിലേക്ക് പോയി. അപ്പോൾ നമ്മൾ കാണേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത്, കോൺഗ്രസ് നോക്കൂ, 6 സീറ്റാണ് ഇതുവരെ ലഭിച്ചിരിക്കുന്നത്. നിങ്ങൾ 60-ന് മേളിൽ സീറ്റിൽ മത്സരിക്കുമ്പോൾ 6 സീറ്റാണ് കോൺഗ്രസിന് ലഭിക്കുന്നതെങ്കിൽ കോൺഗ്രസ് ചിന്തിക്കണ്ടേ, ഇങ്ങനെ മത്സരിക്കുന്നത് കൊണ്ട് ഞങ്ങളും തീരും, മഹാസഖ്യവും തീരുകയാണെന്ന്. അപ്പോൾ ബീഹാറിൽ സംഭവിച്ചത് വെച്ച് നോക്കുമ്പോൾ കോൺഗ്രസ് ഇനിയെങ്കിലും ചിന്തിക്കണം, എന്തിനാണ് നമുക്ക് ഉയർത്താൻ പറ്റാത്തൊരു ഭാരമെടുത്ത് തലയിൽ വെക്കുന്നത്? അതുകൊണ്ട് സഖ്യത്തിന് എന്ത് കേടുപാടുകളാണ് സംഭവിക്കുന്നത്? കോൺഗ്രസ് യഥാർത്ഥത്തിൽ ബീഹാറിൽ ചെയ്യുന്നത്, അല്ലെങ്കിൽ കോൺഗ്രസിൻ്റെ കേന്ദ്ര നേതൃത്വം മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. ബീഹാറിൽ കോൺഗ്രസ് എന്ന് പറയുന്നതിന് സംഘടനയില്ലാത്തൊരു പ്രസ്ഥാനമാണ്. ചില നേതാക്കൾ സദാക്കത്ത് ആശ്രമത്തിൽ മാസത്തിൽ ഒന്നോ, സദാക്കത്ത് ആശ്രമം എന്ന് പറയുന്ന ബീഹാറിലെ കോൺഗ്രസിൻ്റെ ആസ്ഥാനമാണ്. ഈ സദാക്കത്ത് ആശ്രമത്തിൽ എല്ലാ മാസത്തിലും 2ഓ 3ഓ പ്രാവശ്യം വന്നു പോയി നിൽക്കുന്ന ചില നേതാക്കളുണ്ട്. അവരുടെ ചൊൽപ്പടിയിലാണ് കോൺഗ്രസ് അവിടെ നിൽക്കുന്നത്. ഈ സദാക്കത്ത് ആശ്രമത്തിലെ കൂടിച്ചേരലല്ലാതെ ഒരു ഫീൽഡിലും ഒരു വർക്കും നടക്കുന്നില്ല കോൺഗ്രസിൻ്റെ. RJD എന്ന് പറയുന്ന പാർട്ടിയുടെ ബലത്തിൽ മാത്രം സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന ഒരു പാർട്ടിയാണ് കോൺഗ്രസ് അവിടെ. ഞാൻ പറയുന്നത്, കോൺഗ്രസിന് എൻ്റെ ഒരു കണക്ക് കൂട്ടലിൽ ഒരു 25 മുതൽ 30 സീറ്റിൽ കൂടുതൽ ചോദിക്കാനുള്ള യാതൊരു യോഗ്യതയും ബീഹാറിലില്ല.
ഇപ്പോഴും ബാക്കി ഇത്തവണയും മുഴുവൻ ഇത്തവണ അത് 64 സീറ്റോ മറ്റോ ആയിരുന്നില്ലേ? രണ്ടാമത്തെ കാര്യം 61. രണ്ട്, ഇപ്പോൾ ഈ 15 സീറ്റിൽ സൗഹൃദ മത്സരം എന്ന നിലയിൽ മത്സരിച്ച് പരസ്പരം തന്നെ മുന്നണി തോക്കുന്ന നിലയുണ്ടായി. അതുണ്ടായിട്ടും മുമ്പ് വന്ന ഇലക്ഷൻ കമ്മീഷന്റെ വോട്ട് ഷെയറുമായി ബന്ധപ്പെട്ട ഒരു ഇപ്പോഴത്തെ കണക്കനുസരിച്ച് നോക്കിയാൽ RJDക്ക് 22.92% വോട്ട് ഷെയർ ഉണ്ട്. അപ്പോഴും BJPക്ക് 20.13%, അതുപോലെ JDUവിന് 19.24%. ഇത് വോട്ട് ഷെയർ സീറ്റായി കൺവേർട്ട് ചെയ്യുമ്പോൾ നമ്പർ വലിയ തോതിൽ വലിയ വ്യത്യാസം വരികയും ചെയ്യും. RJDക്ക് എന്നിട്ടും അത്രയും ഉണ്ട്. ഈ കോൺഗ്രസിന്റെ ഒരു പ്രശ്നം എന്താണെന്നറിയോ? അതായത് പരമ്പരാഗതമായിട്ട് മുസ്ലിം യാദവ് MI കോമ്പിനേഷനിൽ നിൽക്കുന്ന RJDയുടെ കൂട്ടത്തിലേക്ക് മുന്നോക്ക വർഗക്കാരായ വോട്ടർമാരെ കൊണ്ടുവന്നെത്തിക്കാൻ കോൺഗ്രസിന് സാധിക്കുന്നില്ല. കോൺഗ്രസിന്റെ പരമ്പരാഗത വോട്ട് ബാങ്ക് എന്ന് പറയുന്നത് മുന്നോക്ക വർഗത്തിലാണ്. അത് BJP കൊണ്ടുപോയി, അത് BJPയിലേക്ക് മാറി. അവരെ തിരിച്ചു പിടിക്കാൻ സാധിക്കുന്നില്ല. അങ്ങനെ നിൽക്കുമ്പോഴാണ് ശരത്തെ 30 സീറ്റിൽ മത്സരിക്കാൻ മാത്രം ത്രാണിയുള്ള ഒരു പാർട്ടി 61 സീറ്റിലേക്ക് മത്സരിക്കാൻ ഇറങ്ങുന്നത്. അതിൻ്റെ യഥാർത്ഥ കാരണം എന്ന് പറയുന്നത് അവിടെ നടക്കുന്നത് റിസോഴ്സ് മൊബിലൈസേഷനാണ്. ബാക്കി വരുന്ന 30 സീറ്റിൽ നടക്കുന്നത് കോൺഗ്രസിൻ്റെ ലോക്കൽ ലീഡേഴ്സിൻ്റെയും അവരെ വളർത്തി മുന്നോട്ട് കൊണ്ടുവരുന്ന കേന്ദ്രത്തിൽ നിന്നുള്ള ചില നേതാക്കളും പണച്ചാക്കുകളെ സ്ഥാനാർത്ഥികളാക്കി. ഇതല്ലേ എൻ്റെ മലയാളം. അതാണ് പണച്ചാക്കുകളെ. നോക്ക്, ബീഹാറിലെ പല സീറ്റുകളിലും പണം കൊണ്ട് കൊഴുത്തു നിൽക്കുന്ന ചില രാഷ്ട്രീയ മോഹികളുണ്ട്. ശരി, അവരാണ് ഈ സിമ്പൽ, കോൺഗ്രസിന്റെ സിമ്പൽ മേടിക്കുന്നത്. ശരി, ഞാൻ വരാം. ഞാൻ ഏതായാലും അത്രയും പറയുമ്പോൾ റോണി കെ ബേബിക്ക് അതിലൊരു റിയാക്ഷൻ വേണ്ടതുണ്ട്. ഞാൻ റോണിയിലേക്ക് വന്ന ശേഷം ഞാൻ ശ്രീലാലിലേക്ക് വരാം. ഇതേ വിഷയത്തിൽ വലിയ ചർച്ച നടക്കുന്നുണ്ട് റോണി. അത് ബാലിശമല്ല. മറ്റൊരു മാധ്യമ പ്രവർത്തകൻ NP ഉല്ലേഖ് അദ്ദേഹത്തിൻ്റെ FB പേജിൽ എഴുതിയത് ഞാൻ ചുരുക്കം വായിക്കാം, പൂർണ്ണമായി വായിക്കാനില്ല. കോൺഗ്രസ് നേതാവ് ശ്രീ KC വേണുഗോപാൽ സംഘടനയുടെ ചാർജുള്ള വ്യക്തിയാണ്. ബീഹാറിലെ കോൺഗ്രസ് സ്ഥാനാർത്ഥികളെ തീരുമാനിക്കുക എന്ന, ശ്രദ്ധിക്കണേ, കോൺഗ്രസ് സ്ഥാനാർത്ഥികളെ തീരുമാനിക്കുക എന്ന ആദായകരമായ പ്രവൃത്തി ചെയ്ത ശേഷം കേരളത്തിൽ വന്ന് കുത്തിത്തിരിപ്പുണ്ടാക്കുക എന്നത് മാത്രമാവാൻ പാടില്ല അദ്ദേഹത്തിൻ്റെ സംഘടനാ പ്രവർത്തനം. സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറിയെക്കുറിച്ചുള്ളൊരു നിരീക്ഷണവും വിമർശനവുമാണ്. ബീഹാറിൽ ചെന്ന് പ്രവർത്തിക്കുക എന്നതുകൂടി അദ്ദേഹത്തിൻ്റെ കടമയാണ്. BJP വിരുദ്ധ സഖ്യത്തിന് കോൺഗ്രസ് ഒരു ബാധ്യതയാണ് എന്ന് പറയുന്നതാണിപ്പോൾ നേരത്തെ ഷാജി ജോസഫ് പറഞ്ഞത്. 61 സീറ്റ് വാങ്ങുക, 25ഓ 30ഓ മാക്സിമം ഒരു കപ്പാസിറ്റി ഉണ്ടാവുക, ബാർഗെയിൻ ചെയ്ത് വാങ്ങിക്കുക, ഇല്ലെങ്കിൽ രാഹുൽ അവിടേക്ക് വരില്ല എന്ന ഭീഷണി മുഴക്കുക, RJD വഴങ്ങുക, കൂടുതൽ സീറ്റുകൾ വാങ്ങിക്കുക, കൂടുതൽ തോക്കുക, കൂടെ ഉള്ളവർക്ക് കൊടുക്കുന്ന സീറ്റിലും കയറി മത്സരിക്കുക, അത് പേയ്മെൻറ്റ് സീറ്റാക്കുക. എന്നിട്ട് അതാണ് പറയുന്നത്, ഈ ആദായകരമായ പ്രവൃത്തിയല്ല ഇതുപോലൊരു കാലത്ത് തെരഞ്ഞെടുപ്പ് പ്രവർത്തനം എന്ന് പറയുന്നത്, എന്ന് മാധ്യമപ്രവർത്തകർ പറയുന്നത്, രാഷ്ട്രീയ നിരീക്ഷകർ പറയുന്നത് കോൺഗ്രസ് ഇനിയെങ്കിലും ശ്രദ്ധിക്കണം. അങ്ങനെയുള്ള ഒരു പ്രശ്നം നിൽക്കുന്നുണ്ട്. KC വേണുഗോപാൽ അടക്കമുള്ള നേതാക്കൾ, ശശി തരൂർ പറഞ്ഞത് നേതൃത്വം വിശദീകരിക്കണം എന്താണ് സംഭവിക്കുന്നത് എന്നതിനെ സംബന്ധിച്ച്. ഇത് പ്രശ്നമാണ് റോണി, ബാലിശമല്ല കാര്യം. കാരണം കോൺഗ്രസിനെ അത്ര ദുർബലമായിട്ട് ബീഹാറിൽ കാണേണ്ടതില്ല. ശരത്ത് ഇപ്പോൾ 3-4 രാഷ്ട്രീയ പാർട്ടികളുടെ മനസ്സിലായില്ലേ? അങ്ങ് കോൺഗ്രസിനോട് വോട്ട് ശതമാനം, കോൺഗ്രസിന് 9% വോട്ടുണ്ട്. ഈ പറഞ്ഞ JDUവിന് 19% വോട്ടുള്ളപ്പോൾ കോൺഗ്രസിനോട് 9% വോട്ടുണ്ട്. ഞാൻ ഒരു കാര്യം ഇവിടെ ചൂണ്ടിക്കാണിക്കുകയാണ്. ഈ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 1.5 വർഷമാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പ് നടന്നിട്ട് 4 സീറ്റ് കോൺഗ്രസിനുണ്ട്. ഞങ്ങൾക്ക് സീമാഞ്ചൽ മേഖലയിൽ ഞങ്ങളുടെ പപ്പു യാദവ് RJD സീറ്റ് നൽകാതെ അവിടുത്തെ ഏറ്റവും ജനകീയനായ നേതാവാണ്. പപ്പു യാദവിന് സീറ്റ് കൊടുക്കാൻ പാടില്ല എന്ന് RJD നിലപാടെടുത്തപ്പോൾ സ്വതന്ത്രനായി ഒറ്റയ്ക്ക് നിന്ന് ജയിച്ച നേതാവാണ് പപ്പു യാദവ്. അതുപോലെ കേരളത്തിന്റെ ചാർജ് ഉണ്ടായിരുന്ന AICC ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള തരീഖ് അൻവർ, അദ്ദേഹം അവിടെ നിന്നുള്ള MP ആണ്. 4 MP ഞങ്ങൾക്കുണ്ട്. ഞങ്ങൾക്ക് അവിടെ ശക്തമായ സ്വാധീനം കോൺഗ്രസിലുണ്ട്. അങ്ങനെ കോൺഗ്രസ് അവിടെ ഒന്നുമില്ലാത്ത പാർട്ടിയാണെന്നോ? നമ്മൾ ഈ പഴങ്കഥ പറയണ്ടല്ലോ. ഏറ്റവും പുതിയ റിസൾട്ട് വെച്ചിട്ടല്ലേ റോണി നമ്മൾ സംസാരിക്കുന്നത്. ഇതിലൊന്നും ആർക്കും കളവ് പറയാൻ കഴിയില്ല. ഏറ്റവും പുതിയ റിസൾട്ടിൽ നിങ്ങൾ ചോദിച്ചു വാങ്ങിച്ചെടുത്തത് രാഹുൽ ഗാന്ധിയെ പോലും അവിടെ എത്തിക്കാതെ വലിയ പ്രഷർ കൊടുത്ത് RJDയിൽ നിന്ന് വാങ്ങിച്ച സീറ്റ്, ആ സീറ്റിൽ നിങ്ങൾ എത്ര ജയിച്ചു, എന്തുമാത്രം തോറ്റു, അതിലുയരുന്ന സാഹചര്യം, അതുമായി ബന്ധപ്പെട്ട് പലതും പേയ്മെൻറ്റ് സീറ്റുകളായിരുന്നു എന്ന ആക്ഷേപം, അതേക്കുറിച്ച് വരുന്ന വിമർശനങ്ങൾ. എന്തേ റോണി KC വേണുഗോപാലിനെ പോലെയുള്ള നേതാക്കളുടെ, അദ്ദേഹം ഒരു മലയാളിയായിട്ടുള്ള ദേശീയ തലത്തിലെ കോൺഗ്രസ് നേതാവല്ലേ, സംഘടനാ ചുമതലയുള്ള ആളല്ലേ? അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് ഇവരുടെയൊക്കെ വലിയ രാഷ്ട്രീയ പരാജയത്തെക്കുറിച്ച് ഇത്രയൊക്കെ പറഞ്ഞിട്ടും റോണിക്ക് റെസ്പോണ്ട് ചെയ്യാൻ കഴിയാതെ പോകുന്നത് എന്തുകൊണ്ടാണ്? കൃത്യമായ ഉത്തരവുണ്ട്. കാരണം KC വേണുഗോപാലിന്റെ ഉത്തരവാദിത്വം അദ്ദേഹത്തെ ഇതിലേക്ക് വലിച്ചിരിക്കേണ്ടതില്ല. അദ്ദേഹം വലിച്ചിഴക്കണോ? അദ്ദേഹത്തിന്റെ രാഹുൽ ഗാന്ധി കഴിഞ്ഞ അടുത്ത ചുമതലക്കാരനല്ലേ? ബാക്കിൽ നിന്നുകൊണ്ട്, അതിന് പിന്നിൽ നിന്നുകൊണ്ട് സംഘടനയെ ചലിപ്പിക്കുന്ന സംഘടനാ ജനറൽ സെക്രട്ടറിയാണ് KC വേണുഗോപാൽ. അല്ലാതെ അവിടെ പ്രചരണം നടത്തുവാനായിട്ട് ഇവിടെ പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ ക്യാമ്പയിൻ കമ്മിറ്റി ഉണ്ട്,
രാഹുൽ ഗാന്ധിയെ പോലെ പ്രിയങ്ക ഗാന്ധി സ്ഥാനാർത്ഥി നിർണയം നടത്തുന്ന അവരൊന്നും അല്ലല്ലോ. സ്ഥാനാർത്ഥി നിർണയം നടത്തുന്ന അവരൊന്നും അല്ലല്ലോ. ശരി, യെസ്, ഷാജി എന്താണ് പറയാൻ വന്നത്? ഞാൻ പറയാൻ വന്നത് റോഡി ഇപ്പോൾ പറഞ്ഞ ഒരു കാര്യത്തെക്കുറിച്ചാണ്. അദ്ദേഹം പറഞ്ഞത് ടിക്കറ്റ് കൊടുക്കരുത്, 2024 തെരഞ്ഞെടുപ്പിൽ പപ്പു യാദവിന് ടിക്കറ്റ് കൊടുക്കരുതെന്ന് കോൺഗ്രസിനോട് RJD ആവശ്യപ്പെട്ടു. കോൺഗ്രസ് കൊടുത്തില്ല. പപ്പു യാദവ് ജയിച്ചത് ഇൻഡിപെൻഡന്റ് ആയിട്ടാണ്. അതിനെങ്ങനെ കോൺഗ്രസ് ഏറ്റെടുക്കാൻ പറ്റും? 2, കോൺഗ്രസിന്റെ 9% വോട്ട് നിങ്ങൾ ഈ അവകാശപ്പെടുന്നത് അത് RJDയുടെ സംരക്ഷണയിൽ ലഭിക്കുന്ന വോട്ടാണ്. പിന്നെ പപ്പു യാദവ് ആരാണെന്നും കൂടെ തിരിച്ചറിയുക. നമുക്കറിയാമല്ലോ മൊക്കാമയിലെ അനന്ത് സിംഗ് എന്ന് പറയുന്ന ഒരു നേതാവ്, ഒരു ഡോണിനെ കുറിച്ച്. അതുപോലെ തന്നെ കിഷൻഗഞ്ച്, കട്ടിഹാർ, പൂർണിയ, അററിയ, ഈ സീമാഞ്ചൽ ജില്ലകളിലെ ഒരു ഡോണാണ് പപ്പു യാദവ്. ഇപ്പോഴാണ് തോക്ക് താഴെ വെച്ചത്. ഒരു കാലഘട്ടത്തിൽ ബീഹാറിലെ റോബിൻ ഹുഡ് സ്റ്റൈലായിരുന്നു അദ്ദേഹത്തിൻ്റെത്. ആനന്ദ് മോഹനും പപ്പു യാദവും തമ്മിൽ ഏറ്റുമുട്ടുന്ന ഒരു ചരിത്രമാണ് ബീഹാറിൽ ഉണ്ടായിരുന്നത്. ഇതൊക്കെ മനസ്സിലാക്കണം റോണി. പപ്പു യാദവ് പൂർണിയയിൽ നിന്ന് വലിയ സോഷ്യൽ യാദവിനെ കുറിച്ച് റോണി വിട്ടില്ല. ഇപ്പോഴാണ് റോണിക്ക് പപ്പു യാദവിനെ മനസ്സിലായത്. ഇനി വേണ്ടില്ല റോണി അദ്ദേഹത്തെ മാത്രം വിട്ടു. അദ്ദേഹം ധരിച്ചത് വലിയ കോൺഗ്രസ് നേതാവാണ്. അദ്ദേഹം സ്വതന്ത്രമായിട്ട് ജയിച്ചതാ റോണി. അല്ലല്ല, എത്രയോ കാലമായിട്ട് ടിക്കറ്റ് കൊടുത്തില്ല അദ്ദേഹത്തിന്. അവിടെ കോൺഗ്രസ് അല്ല ടിക്കറ്റ് കൊടുക്കരുത്. RJD സീറ്റ് കൊടുക്കാൻ സമ്മതിച്ചില്ല. RJD മത്സരിച്ചു. എന്നാ മത്സരിച്ചോളാൻ എന്താ പറയാഞ്ഞത്? ഇപ്പൊ മത്സരിച്ചില്ലേ? ഇപ്പൊ സൗഹൃദ മത്സരം നടത്തിയില്ലേ? അതുപോലെ മത്സരിക്കാൻ പറയാനില്ലേ? കോൺഗ്രസിന്റെ MLA ആയിരുന്നു. ശരി, കോൺഗ്രസ്സുകാരനായിരുന്നു, കോൺഗ്രസിന്റെ MLA ആയിരുന്നു, കോൺഗ്രസിന്റെ MP ആയിരുന്നു. RJD ആ സീറ്റ് കൊടുക്കാൻ തയ്യാറായില്ല. പറഞ്ഞു വന്നത് ഞങ്ങൾ ഷാജി ജോസഫ് 4 MPമാരുള്ള സ്ഥലമാണ്. ശരി, KC വേണുഗോപാൽ, രാഹുൽ ഗാന്ധിയെ കുറിച്ച് പറയുമ്പോൾ തന്നെ KC വേണുഗോപാൽ അടക്കമുള്ള നേതാക്കൾ ഇപ്പോൾ ഞാൻ ഓർക്കുന്നത് ശശി തരൂരിന്റെ ആ ലേഖനമാണ്. ആ ശശി തരൂരിന്റെ ലേഖനത്തിൽ അദ്ദേഹം പറഞ്ഞത് ഈ കുടുംബവാഴ്ചയുടെ ഒരു വലിയ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ കുടുംബവാഴ്ചയുടെ നോമിനികളായി വരുന്ന ആളുകൾക്ക്, നേതൃത്വത്തിൽ ഇരിക്കുന്നവർക്ക് അതുകൊണ്ട് തന്നെ വലിയ പരാജയങ്ങൾ, തുടർ പരാജയങ്ങൾ ഉണ്ടായാൽ പോലും അതിൻ്റെ ഒരു ഉത്തരവാദിത്വം ഏറ്റെടുക്കേണ്ടി വരാത്ത സൗകര്യപൂർവ്വമുള്ള ഒരു പരിസരം രൂപപ്പെടുത്തുന്നു പാർട്ടികൾ ുള്ളിൽ. വളരെ കൃത്യമായി നമുക്കത് കോൺഗ്രസ് നേതൃത്വത്തോടുള്ള ശശി തരൂരിൻ്റെ വിമർശനമായി വരും. ഒപ്പം നിൽക്കുന്നവർ അതിനുള്ളൊരു വലിയ സൗകര്യവും പശ്ചാത്തലവും ഒരുക്കുന്നു എന്ന പ്രധാന വിമർശനം കോൺഗ്രസിൻ്റെ തന്നെ ഒരു പ്രവർത്തക സമിതി അംഗം ഉന്നയിച്ച പശ്ചാത്തലത്തിലാണ് ഞാൻ മുമ്പ് ഒരു ഫേസ്ബുക്ക് പോസ്റ്റിൽ ഉല്ലേഖ എഴുതിയതുപോലെ KC വേണുഗോപാലിനെ പോലെ സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറിയായി ഈ കാര്യങ്ങളിൽ സ്ഥാനാർത്ഥി നിർണയത്തിൽ വളരെ നിർണായകമായി ഇടപെടൽ ശേഷിയുള്ള ഒരു നേതാവിൻ്റെ പേരെടുത്തടക്കം ആ നേതൃത്വത്തിൻ്റെ ടോപ്പ് ലീഡർഷിപ്പിനെ കുറിച്ച് ഗുരുതരമായ വിമർശനം വരുന്നത് അത്ര നിസ്സാരമായ കാര്യമാണോ? കോൺഗ്രസിന് നേരത്തെ പറഞ്ഞ പോലെ വലിച്ചിഴക്കലാണോ? KCയെ വലിച്ചിഴക്കലാണോ? അതേക്കുറിച്ച് കൂടി ഷാജി ജോസഫ്, ഞാൻ അത് കഴിഞ്ഞ് ശ്രീലാലിലേക്ക് വരാം. കോൺഗ്രസിൻ്റെ സംഘടനാ സെക്രട്ടറിയായി പ്രവർത്തിക്കുന്ന KC വേണുഗോപാലിൻ്റെ രാഷ്ട്രീയ ശൈലി എന്താണെന്നും രാഷ്ട്രീയ അഭിലാഷം എന്താണെന്നും കേരളത്തിൽ നിന്നുള്ള ആളുകളിൽ നിന്ന് മറയ്ക്കപ്പെട്ടിട്ടില്ലല്ലോ. ഇപ്പോഴും എന്താണ് കേരളത്തിലെ കോൺഗ്രസിലെ യഥാർത്ഥത്തിൽ സ്നേഹിക്കുന്ന ആളുകളുടെ മനസ്സിലുള്ളത്? ഇദ്ദേഹം ഇങ്ങനെ ഡൽഹിയിൽ നിന്ന് കേരളത്തിലേക്ക് എത്തി കൂടെ കേരളത്തിലെ കോൺഗ്രസിൻ്റെ യൂണിറ്റിനെ നന്നാക്കാനുള്ള ശ്രമമാണോ നടത്തുന്നത് എന്ന് തന്നെയാണ് പലരുടെയും ചോദ്യം. ഇത് തന്നെയാണ് നമ്മൾ പിന്നീട് 2016 കണ്ടത്. ഇത് തന്നെയാണ്. ഇപ്പോൾ അദ്ദേഹത്തിന് രാഹുൽ ഗാന്ധിയുടെ പൂർണ്ണമായ പിന്തുണയുണ്ട് എന്നൊരൊറ്റ കാരണം കൊണ്ട് കോൺഗ്രസിനെ എങ്ങനെയെങ്കിലുമൊക്കെ കോൺഗ്രസിനെ എവിടെയെല്ലാം വീഴ്ത്താമോ അതിനുള്ള പുതിയ വഴികൾ തേടുകയാണ് KC വേണുഗോപാൽ ചെയ്യുന്നത്. ഇത് തന്നെയാണ് ബീഹാറിൽ ചെയ്തത്. ബീഹാറിൽ റിസോഴ്സ് മൊബിലൈസേഷനായി കാത്തിരിക്കുന്ന ചില നേതാക്കളെ മുൻപിൽ നിർത്തിക്കൊണ്ട് അവിടെ നടന്നത് കേന്ദ്രത്തിൻ്റെ അത് എന്ന് വെച്ചാൽ കോൺഗ്രസിൻ്റെ കേന്ദ്ര നേതൃത്വം അറിയാതെയൊന്നുമല്ല ഇത് സംഭവിക്കുന്നത്. ബീഹാറിൽ അഖിലേഷ് പ്രസാദ് സിംഗിനെ പോലുള്ള ഫോർമർ PCC പ്രസിഡന്റായ BPCC പ്രസിഡന്റായ അഖിലേഷ് പ്രസാദ് സിംഗിനെ പോലെയുള്ളയാൾ അദ്ദേഹത്തിൻ്റെ മകന് സീറ്റ് കൊടുക്കില്ല എന്ന് സ്റ്റാൻഡ് എടുത്തപ്പോൾ അദ്ദേഹം തുറന്നടിക്കുകയാണ് ചെയ്തത്. കോൺഗ്രസിന് ലഭിക്കുന്ന സീറ്റുകൾ വിൽക്കാൻ തയ്യാറായി നിൽക്കുന്ന ചില മുൻനിര നേതാക്കൾ ഈ പാർട്ടിയിലുണ്ട്. ഇവരെ സംരക്ഷിക്കുന്ന ചിലർ കേന്ദ്രത്തിൽ നിന്ന് വരുന്നു. അവരെ തിരിച്ചു വിളിക്കണമെന്നാണ് രാഹുൽ ഗാന്ധിയോട് ആവശ്യപ്പെട്ടത്. റോണി ഇതൊക്കെ മനസ്സിലാക്കണം. റൈറ്റ്, ഞാൻ ശ്രീലാലിലേക്ക് വരികയാണ്. ഒരു കാര്യം കൂടി, ഇതിനിടയിൽ ആ തെരഞ്ഞെടുപ്പ് കാലത്ത് വന്ന ഒരു വാർത്ത കൂടി വായിക്കാം. ബീഹാറിലെ സീറ്റ് വിഭജന ചർച്ചകൾ കഴിഞ്ഞ് മടങ്ങവേ കോൺഗ്രസ് പ്രവർത്തകരെ കൈകാര്യം ചെയ്യുന്ന നിലയുണ്ടായി. പാറ്റ്ന എയർപോർട്ടിലാണ് കോൺഗ്രസ് പ്രവർത്തകരെ സ്വന്തം പാർട്ടി പ്രവർത്തകർ തന്നെ ആക്രമിച്ചത്. സംസ്ഥാന പ്രസിഡന്റ് അടക്കമുള്ളവരുടെ പേരുകളൊക്കെ അതിൽ പറയുന്നുണ്ട്. സീറ്റ് വിഭജന ചർച്ചയ്ക്ക് ശേഷം ദില്ലിയിൽ നിന്ന് ഇവർ മടങ്ങിയെത്തിയതാണ് ദില്ലിയിൽ പോയിട്ട് അഴിമതി ആരോപിച്ച്, സീറ്റ് വിഭജനത്തിൽ അഴിമതി ആരോപിച്ച് കോൺഗ്രസ് പ്രവർത്തകർ നേതാക്കൾക്ക് നേരെ തിരിയുകയായിരുന്നു.
ഉണ്ടായിരുന്നു. ഒരു നിയമസഭാ മണ്ഡലത്തിൻ്റെ പേരും പറയുന്നുണ്ട് കേട്ടോ. ബിക്രം നിയമസഭാ മണ്ഡലത്തിലെ കോൺഗ്രസ് പ്രവർത്തകരാണ് രോഷാകുലരായി നേതാക്കളെ വളഞ്ഞത് എന്നതൊക്കെ പറയുന്നുണ്ട്. BJP-യിലേക്ക് മാറിയ ബിക്രത്തിലെ സിറ്റിംഗ് MLA സിദ്ധാർത്ഥ് സൗരഭിനെ വീണ്ടും മണ്ഡലത്തിൽ സ്ഥാനാർത്ഥിയാക്കിയിരുന്നു. അതിൽ കോൺഗ്രസ് നേതാക്കൾ കോടിക്കണക്കിന് രൂപയ്ക്ക് ആ സീറ്റ് വിറ്റുവെന്ന് ആരോപിച്ചായിരുന്നു ഈ കോലാഹലമൊക്കെ അവിടെ ഉണ്ടായത് എന്നൊക്കെ പറയുന്ന തരത്തിലാണ് ആ വാർത്ത. ഞാൻ ഇത്തരം കാര്യങ്ങളൊക്കെ അവിടെ ഉണ്ടായിട്ടുണ്ട്. ഒന്നും ബാലിശമല്ല എന്ന് പറയാൻ വേണ്ടി നമ്മുടെ മുമ്പിലൂടെ കടന്നുപോയ വാർത്തകളും സാഹചര്യങ്ങളും സൂചിപ്പിച്ചു എന്ന് മാത്രം. ഞാൻ ശ്രീലാലിലേക്ക് വരുമ്പോൾ, ശ്രീലാൽ, ഇതിന് ശേഷം നേരത്തെ ഞാൻ നിപിനോട് പറഞ്ഞതുപോലെ തന്നെ പ്രധാനമന്ത്രിയുടെ പ്രതികരണം ഇതുമായി ബന്ധപ്പെട്ട് ശ്രദ്ധിച്ചോ? അതേസമയം ഇതിൽ നിതീഷ് എന്ന് പറയുന്ന ഒരു നേതാവിൻ്റെ ആ പാർട്ടിയുടെ 2020 കണക്ക് തീർക്കൽ ഇവിടെ കാര്യമായി സംഭവിച്ചിട്ടുണ്ട്. അപ്പോൾ കുറേ കൂടി സ്വതന്ത്രമായി, അല്ലെങ്കിൽ മുന്നണിയുടെ അല്ലെങ്കിൽ BJP-യുടെ നിയന്ത്രണങ്ങൾക്കപ്പുറം നിന്ന് കുറേ കൂടി സ്വതന്ത്രമായി പോകാൻ ഇക്കുറി നിതീഷിന് കഴിയുന്നുണ്ടോ? SIR-ന് കിട്ടിയ അംഗീകാരം എന്ന നിലയിൽ BJP-യോ അല്ലെ പ്രധാനമന്ത്രിയോ ഈ വിജയത്തെ കാണാൻ ശ്രമിക്കുന്നതിൻ്റെ തുടക്കവും അദ്ദേഹത്തിൻ്റെ പ്രതികരണത്തിൽ വന്നു കഴിഞ്ഞു. എന്നാൽ ഇപ്പുറത്ത് പ്രതിപക്ഷ പാർട്ടികൾ വലിയ പോരാട്ടം SIR-നെതിരെ രാജ്യവ്യാപകമായി ചെയ്യുന്നു, നിയമപരമായി മുന്നോട്ട് കൊണ്ടുപോകുന്നു. ആ സാഹചര്യം നിൽക്കുകയും ചെയ്യുന്നു ബീഹാറിൻ്റെ ജനവിധിയുടെ പശ്ചാത്തലത്തിൽ. ശ്രീലാൽ, ചേർത്ത് നോക്കൂ, ഈ തെരഞ്ഞെടുപ്പ് വ്യക്തമാക്കുന്ന ഒരു കാര്യമുണ്ട്. ബീഹാറിൽ ഇപ്പോൾ BJP നേതൃത്വവും BJP പ്രതിനിധിയും വലിയ വികസന പ്രവർത്തനങ്ങളുടെ ഫലമാണ് ഈ വിജയമെന്ന് അവകാശപ്പെടുമ്പോഴും ഈ തെരഞ്ഞെടുപ്പ് ഫലം വ്യക്തമാക്കുന്നത് ബീഹാറിൽ നിങ്ങൾ എത്രത്തോളം ജാതികളെ ഉൾപ്പെടുത്തുമോ ഈ സഖ്യത്തിലേക്ക് അത്രയും വലിയ വിജയം നിങ്ങൾക്ക് നേടാനാകും എന്നുള്ളതാണ്. അതാണ് ഈ BJP NDA സഖ്യം ചെയ്തതും. പറഞ്ഞു വരുമ്പോൾ കാസ്റ്റിനെതിരാണ്, പക്ഷേ ചെയ്തത് തന്നെയാണ്. പസ്വാനെ കൊണ്ടുവന്നു, കുഷ്വാഹയെ കൊണ്ടുവന്നു, അതുപോലെ തന്നെ ഇതുപോലത്തെ ചെറിയ പാർട്ടി ചെറിയ വിഭാഗങ്ങളെ ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു മഹാസഖ്യം ഉണ്ടാക്കുന്നു. ആ സഖ്യത്തിനാണ് ഈ വിജയം ഉണ്ടായിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ബീഹാറിലെ NDAയുടെ ഏറ്റവും വലിയ ഗുണം നിതീഷ് കുമാറിനെ പോലൊരു നേതാവ് ആ ഭാഗത്തുണ്ട് എന്നുള്ളത് തന്നെയാണ്. EWSകളെ, അതായത് ഇക്കണോമിക് ബാക്ക്വേർഡ് കമ്മ്യൂണിറ്റിയെ ഒപ്പം നിർത്താൻ ഇദ്ദേഹത്തിന് കഴിയുന്നുണ്ട്. ഏറ്റവും പിന്നോക്കം നിൽക്കുന്ന മുസ്ലിം വിഭാഗത്തെ ഒപ്പം നിർത്താൻ അദ്ദേഹത്തിന് കഴിയുന്നുണ്ട്. OBC-യെ ഒപ്പം നിർത്താൻ കഴിയുന്നുണ്ട്. ഇങ്ങനെ എല്ലാ വിഭാഗങ്ങളെ ഒപ്പം നിർത്താൻ കഴിയുന്ന ഒരു നേതാവ് അത് നിതീഷ് കുമാർ. ആ നിതീഷ് കുമാർ സ്ത്രീകളെ ഒപ്പം നിർത്താൻ കഴിയുന്ന നേതാവ്, എത്രയും ക്ലീൻ ഇമേജുള്ള നേതാവ്. ഈ നേതാവ് ഉള്ളപ്പോൾ കൂടിയാണ് ഇതുപോലെ ഈ പസ്വാനെ ഒപ്പം കൊണ്ടുവരുന്നു, അതോടൊപ്പം തന്നെ കുഷ്വാഹയെ കൊണ്ടുവരുന്നു, ഇതുപോലെ ചെറിയ ജാതി വിഭാഗങ്ങളെ ഒപ്പം കൊണ്ടുവന്നുകൊണ്ട് ഒരു വലിയ ജാതി ഒരു സഖ്യമുണ്ടാക്കിക്കൊണ്ടാണുള്ള മത്സരമാണ് നടന്നത്. പക്ഷേ മറുഭാഗത്ത് അവരും ശ്രമിച്ചിരുന്നു ഇതുപോലെ സഖ്യമുണ്ടാക്കാൻ. അവർ VIP-യെയും IIP എല്ലാം കൊണ്ടുവന്നു. പക്ഷേ അവർ ഈ പറഞ്ഞതുപോലുള്ള ഒരു സ്വാധീനമുണ്ടാക്കാൻ അവർക്ക് കഴിഞ്ഞില്ല എന്ന് മാത്രമല്ല ആ വോട്ടും ഷെയർ ചെയ്യപ്പെട്ടുമില്ല. അവിടെയാണ് ഈ മഹാസഖ്യത്തിൻ്റെ ഈ മഹാഗഠബന്ധൻ്റെ വലിയ പരാജയം ഉണ്ടാകാനുള്ള കാരണങ്ങളിലൊന്ന്. അവിടെ ഏറ്റവും പ്രധാനം ഈ പറയുന്ന സീറ്റ് വിഭജനം തന്നെയായിരുന്നു. RJD 51 സീറ്റുകൾ യാദവർക്കും അതോടൊപ്പം തന്നെ അവരുടെ ഒപ്പം നിൽക്കുന്ന മുസ്ലിങ്ങൾക്ക് 18-19 സീറ്റും RJD നൽകി. മറുഭാഗത്ത് 61 സീറ്റ് വാങ്ങിപ്പോയ കോൺഗ്രസ് ഇതുപോലൊരു സഖ്യമുണ്ടാക്കാനോ ഇതുപോലെ വിഭാഗങ്ങളെ കോൺഗ്രസ് പാർട്ടി ഈ മഹാസഖ്യത്തിലേക്ക് കൊണ്ടുവരാനോ അവർ പരാജയപ്പെട്ടു എന്നുള്ളതാണ്. കോൺഗ്രസിന് ഇപ്പോൾ അവിടെ മുന്നാക്ക വിഭാഗങ്ങൾക്കിടയിൽ പേരില്ല, പിന്നാക്ക വിഭാഗങ്ങൾക്കിടയിൽ പേരില്ല, ദളിതുകൾക്കിടയിലോ മഹാദളിതുകൾക്കിടയിലോ പേരില്ല, മുസ്ലിങ്ങൾക്കിടയിൽ പേരില്ല. ഇങ്ങനെ ഒരു ഭാഗത്തും പേരില്ലാത്ത കോൺഗ്രസ് 61 സീറ്റും വാങ്ങിപ്പോയി എന്നുള്ളതാണ് പ്രധാന ഘടകം. അങ്ങനെ വരുമ്പോൾ മറ്റ് ചെറിയ സഖ്യങ്ങൾക്ക് കൊടുക്കാനുള്ള സീറ്റുമില്ല. ആകെ 243 സീറ്റാണുള്ളത്. അതിൽ നിന്ന് എത്ര കൊടുക്കാൻ പറ്റും? ഇത്തരത്തിലുള്ള വലിയ പ്രശ്നങ്ങൾ ഈ തെരഞ്ഞെടുപ്പിൽ മഹാസഖ്യം നേരിട്ടുണ്ട്. അതേ സമയത്ത് ഇതിനെ എങ്ങനെ മറികടക്കണമെന്ന് നേരത്തെ തന്നെ തീരുമാനിക്കുകയും ആ തരത്തിലുള്ള ശ്രമങ്ങൾ ഈ പറയുന്ന NDAയുടെ ഭാഗത്ത് ഉണ്ടാകുകയും ചെയ്തു. അത് തന്നെയാണ് ഈ വിജയത്തിൻ്റെ കാരണം. ഇപ്പോൾ ഈ പറയുന്ന വോട്ട് പെർസെൻറ്റേജ് നോക്കിക്കഴിഞ്ഞാൽ കഴിഞ്ഞ തവണ 110 സീറ്റുകൾ മഹാഗഠബന്ധൻ സഖ്യത്തിന് കിട്ടുമ്പോൾ വോട്ട് ശതമാനം 37% വോട്ടുള്ളത്. അത് അന്ന് NDAക്ക് 37%, ചെറിയ വ്യത്യാസം മാത്രമായിരുന്നു. കാരണം 125 സീറ്റ് അങ്ങാണ്ടായിരുന്നു NDAക്ക് അന്നുണ്ടായിരുന്നത്. ഇവിടെ 110 സീറ്റ്, ഏതാണ്ട് വോട്ട് ഷെയർ ഒരേപോലെ തന്നെയായിരുന്നു. ഇന്നിപ്പോൾ ആകെ ഉള്ളത് 34 സീറ്റുകളാണ് ആകെ മഹാസഖ്യത്തിനുള്ളത്. അപ്പോഴും 38% വോട്ടുണ്ട്. 1% വോട്ട് കൂട്ടാൻ സാധിച്ചു എന്നുള്ളതേ ഉള്ളൂ. പക്ഷേ ഈ പറയുന്ന 201 സീറ്റുകൾ എത്തിയപ്പോൾ NDA സഖ്യത്തിൻ്റെ വോട്ട് 50%-ലധികം പോയി. ആ പറയുന്ന സ്വിങ്, ആ ഷിഫ്റ്റിലേക്ക് ഒരു കാരണവശാലും ഈ പറയുന്ന ഈ മഹാസഖ്യത്തിൻ്റെ ബേസ് വോട്ട് ബാങ്കായ മുസ്ലിം യാദവ സമുദായത്തിൽ നിന്നുകൊണ്ട് ആ പറയുന്ന 50% കടക്കാൻ സാധിക്കില്ല. അങ്ങനെ കടക്കണമെങ്കിൽ പുതിയ പാർട്ടികൾ, പുതിയ ജാതി പാർട്ടികളെ, ഈ സ്വാധീനമുള്ള ജാതി പാർട്ടികളെ ഈ സഖ്യത്തിലേക്ക് കൊണ്ടുവരണം. അങ്ങനെ കൊണ്ടുവരാൻ പരാജയപ്പെടുന്നതിന് കാരണങ്ങളിലൊന്ന് കൊടുക്കാൻ സീറ്റില്ല എന്നുള്ളത് തന്നെയാണ്. അതുപോലെ ഈ വോട്ട് വെട്ടിയത് SIR ഈ മഹാസഖ്യത്തെ സംബന്ധിച്ച് ദോഷം ചെയ്തിട്ടുണ്ടാകുമോ? ചേർത്ത് SIR ദോഷം ചെയ്യണമെങ്കിലും നിങ്ങൾക്ക് സ്വാധീനമുള്ള മേഖലകൾ ഉണ്ടാകണം.
ഇപ്പോൾ എന്തുകൊണ്ട് ഈ പറയുന്ന നിതീഷിനും BJP-ക്കും ഇത്തരത്തിൽ സ്വാധീനം ഉണ്ടാക്കാൻ അവർ എല്ലാ മേഖലകളിലും നോക്കൂ, ഈ ബീഹാറിന്റെ പരിച്ഛേദം എടുത്ത് നോക്കൂ. അത് ഏറ്റവും കൂടുതൽ ബാധിച്ചത് ദളിത് പിന്നോക്ക ന്യൂനപക്ഷ വിഭാഗങ്ങളിലാണ് ഈ വോട്ട് വെട്ടൽ കാര്യമായി നടന്നത് എന്ന വളരെ പ്രധാനം. എന്നാൽ കാസ്റ്റ് തിരിച്ചുള്ള ഡീറ്റെയിൽസ് കൊടുക്കാൻ ഇലക്ഷൻ കമ്മീഷൻ തയ്യാറായിട്ടുമില്ല. അങ്ങനെ നിൽക്കുന്ന ഒരു ഘട്ടത്തിൽ സീമാഞ്ചൽ പോലെ ഈ RJD-ക്കും അതുപോലെ തന്നെ ആ സഖ്യത്തിനും സ്വാധീനമുള്ള മേഖലകളിൽ അടക്കം ഇത്തവണ കടന്നു കയറിയിട്ടുണ്ട്. വലിയ മുസ്ലിം മേഖലകളിലേക്ക് അടക്കം മുസ്ലിം മേഖലകളിലേക്ക് പോലും ഇത്തവണ NDA സഖ്യം കടന്നുപോയിട്ടുണ്ട്. അതിന് ഈ വോട്ടർ പട്ടികയിൽ നിന്ന് ഈ പറഞ്ഞ 45 ലക്ഷം മനുഷ്യരെ ഒഴിവാക്കിയത് നേട്ടമായി മാറിയോ? ഈ സഖ്യത്തിന് തിരിച്ചടിയായി അത് വന്നിട്ടുണ്ടോ? വിലയിരുത്തലുകൾ വരാൻ പോകുന്ന സമയമാണ്. അല്ല, അത് അത്തരത്തിൽ തിരിച്ചടി ഉണ്ടായാൽ പോലും ഇതുവരെയും കടന്നു ചെല്ലാൻ പറ്റുന്ന മേഖലകളിലേക്ക് ഈ പറയുന്ന NDA സഖ്യത്തിന് കടന്നു ചെല്ലാൻ പറ്റിയത് എങ്ങനെയാണ്? മുസ്ലിം വിഭാഗങ്ങൾക്കിടയിലേക്ക് NDAക്ക് കടന്നു ചെല്ലാൻ സാധിച്ചു. അത് BJP അല്ല, അപ്പുറത്ത് നിതീഷിന്റെ ഒരു പ്രസൻസിനെ കുറിച്ച് പറഞ്ഞു. അതൊരു ഫാക്റ്റാണ്. ഒപ്പം ഇങ്ങനെ കൂടി ഒരു സൗകര്യം ചെയ്യുന്നുവെങ്കിൽ അത് ആ മുന്നണിയെ ദോഷകരമായി ബാധിച്ചിട്ടുണ്ടോ? അതൊരു വിലയിരുത്തൽ വേണ്ടി വരുന്നൊരു ഇഷ്യൂ ആണ്. അല്ല, അതിനകത്ത് ഈ പറയുന്ന പോലെ മുസ്ലിങ്ങളെ എത്ര ഈ പറയുന്ന എത്ര പേരാണ് ഒഴിവാക്കിയത് എന്നുള്ളൊരു കണക്ക് വന്നാൽ മാത്രമേ അങ്ങനെ വിട്ടിട്ടില്ല. അത് വന്നതുമില്ല. SIR തീർച്ചയായും ഇതിനകത്ത് ഒരു വിഷയം തന്നെയാണ്, അത് ഉയർത്തേണ്ട വിഷയം തന്നെയാണ്. അത് രാഹുൽ ഗാന്ധി തുടക്കത്തിൽ ഉയർത്തുകയും ചെയ്തു. പക്ഷേ അത് കഴിഞ്ഞ് വരുന്ന ഘട്ടത്തിലാണ് ഈ പറയുന്ന RJD-യും കോൺഗ്രസും ഈ പറയുന്ന സൗഹൃദ മത്സരം. കോൺഗ്രസ് പോയി CPI-യോട് സൗഹൃദ മത്സരം. എന്തിനാണ് കോൺഗ്രസ് CPI-യോട് സൗഹൃദ മത്സരം നടത്തുന്നത്? എന്തായാലും രണ്ടുപേരും ജയിക്കാൻ പോകുന്നില്ല. പിന്നെ എന്ത് അടിസ്ഥാനത്തിലാണ് CPI-യുമായി മൂന്ന് സീറ്റിൽ സൗഹൃദ മത്സരം? ഇത് ചോദ്യമാണിത്. ശരദേ, ഈ 45 ലക്ഷം പേരെ ഒഴിവാക്കി എന്ന് പറയുന്നതിൽ ഇലക്ഷൻ കമ്മീഷന്റെ കണക്കനുസരിച്ച് തന്നെ 20 ലക്ഷം പേർ മരിച്ചുപോയവരോ അല്ലെങ്കിൽ ബീഹാർ വിട്ട് മറ്റ് സംസ്ഥാനങ്ങളിലേക്ക് ചേക്കേറിയവരാണ്. ബാക്കി വരുന്ന 25 ലക്ഷത്തിന്റെ കണക്കാണ് ഈ വോട്ട് ചോരി എന്ന് പറയുന്ന ഒരു വിഷയത്തിൽ നമ്മൾ കൺസിഡർ ചെയ്യേണ്ടത്. അത് ചെറിയ നമ്പർ അല്ല. അവിടെ ഇതൊരു ഇഷ്യൂ ആയി കോൺഗ്രസ് കൊണ്ടുവന്നത്. ഈ ഇഷ്യൂ ആർക്കാണ്? വോട്ടർ ലിസ്റ്റിൽ പേരില്ലാത്തവരുടെ വിഷയമാണത്. പക്ഷേ ഈ വോട്ട് ചെയ്യാൻ വന്നവനെ സ്വാധീനിക്കാൻ കോൺഗ്രസിനെ കൊണ്ട് സാധിച്ചില്ല എന്നുള്ളതാണ് മെയിൻ ഇഷ്യൂ. അത് വേറൊരു മേജർ ആ സഖ്യത്തിന്റെ ശ്രീ മുസ്തഫ കൂടി ശ്രദ്ധിക്കുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. ഇങ്ങനൊരു വിഷയം റേസ് ചെയ്യുമ്പോൾ തന്നെ വോട്ട് ചെയ്യാൻ വരുന്ന വോട്ടർമാരെ ഈ മുന്നണികളിൽ ആര് സ്വാധീനിക്കണം? എന്താണ് NDA സഖ്യത്തിൻ്റെ പുതിയ തന്ത്രം? അതിനനുസരിച്ച് അതിനെ കൗണ്ടർ ചെയ്യാൻ കഴിയുന്ന നിലയിലേക്ക് അതിന് ഫോക്കസ് കൊടുക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ? അവിടെ ഒരു ചോദ്യം, അത് വളരെ പ്രസക്തമാണ്. ഇപ്പോൾ ഓരോ വീട്ടിലേക്കും സർക്കാർ ജോലി എന്ന് തേജസ്വി പ്രഖ്യാപിക്കുമ്പോൾ അതൊരു പ്രധാനപ്പെട്ട നിലയിലേക്ക് പോയോ? 10 ദിവസം കഴിഞ്ഞാണ് അത് ജനങ്ങളോട് പറയുന്നത്. നിതീഷ് അപ്പുറത്ത് ഈ പറഞ്ഞ വനിതകൾക്ക് 10,000 രൂപ വായ്പ എന്ന രൂപേണ നൽകുന്ന ഒരു സ്കീമുമായി മുന്നോട്ട് പോയപ്പോൾ അതിന് വലിയ പ്രാമുഖ്യം ലഭിക്കുന്നു. ഇപ്പുറത്ത് വെച്ച ഒരു ഉറപ്പ് അത് ജനങ്ങളിലേക്ക് എത്തിക്കാൻ കഴിഞ്ഞോ എന്ന പ്രശ്നം ഈ മുന്നണികൾ ഇലക്ഷൻ സ്ട്രാറ്റജിയിൽ സംഭവിച്ച ഒരു വീഴ്ചയുടെ സാധ്യത ഇതിനകത്തുണ്ടോ എന്നൊക്കെ ആ മുന്നണികൾ പരിശോധിക്കേണ്ടതാണ്. ഞാൻ നിപിനിലേക്ക് വരാം, അതിനുശേഷം ശ്രീ മുസ്തഫയിലേക്കും. നിപിൻ, ഈ വിഷയത്തിൽ നേരത്തെ ശ്രീലാൽ പറഞ്ഞത് കേട്ടില്ലേ? നിങ്ങൾ ഈ പറഞ്ഞതുപോലെ വലിയ കാര്യങ്ങളൊക്കെ ഇന്ന് പ്രധാനമന്ത്രി പറഞ്ഞിട്ടുണ്ട്. നേരത്തെ ജംഗിൾ രാജിനെ കുറിച്ച് നിപിൻ പറഞ്ഞു. ദയവായി അത് പറഞ്ഞു കഴിഞ്ഞ കാര്യമാണ്. നിങ്ങൾ ഈ കാസ്റ്റിനെ കുറിച്ച് പറയുമ്പോൾ നിങ്ങളും വളരെ ഇൻ്റലിജൻ്റായി ആ ഇലക്ഷൻ സംഘാടനത്തിൽ നിങ്ങളുടെ തന്ത്രങ്ങളിൽ കാസ്റ്റ് ഉണ്ടായിരുന്നു. ഞാൻ ആവർത്തിക്കണ്ടല്ലോ, പേരെടുത്ത് കണക്കെടുത്ത് പറഞ്ഞല്ലോ. ഒന്ന്, അത് വളരെ പ്രധാനപ്പെട്ടതല്ലേ. 2, മുമ്പ് പറഞ്ഞതുപോലെ നിതീഷ് കുമാർ എന്ന നേതാവ് ഇല്ല എങ്കിൽ ബീഹാറിൽ നിങ്ങൾക്ക് ഈ വിജയത്തിലേക്ക് പോകാൻ കഴിയില്ല എന്നതും ഒരു യാഥാർത്ഥ്യമല്ലേ? കാരണം ഇപ്പോൾ നോക്കൂ, UP, അപ്പുറത്ത് ഛത്തീസ്ഗഡ്, മധ്യപ്രദേശ്, നിങ്ങളുടെ കയ്യിലിരിക്കുന്ന സംസ്ഥാനങ്ങളിൽ നിങ്ങൾ ഈ ന്യൂനപക്ഷങ്ങളോട് ദളിതുകളോട് കാട്ടുന്ന സമീപനം എന്താണ്? വലിയ തരം വേട്ടയാടലുകൾ, വലിയ വാർത്തകൾ, കുപ്രസിദ്ധ വാർത്തകൾ, വലിയ സാമൂഹ്യ അരക്ഷിതാവസ്ഥയുടെ പ്രശ്നം നിൽക്കുന്നു. പക്ഷേ എന്തുകൊണ്ടാണ് ബീഹാറിൽ നിന്ന് ആ രൂപത്തിലേക്ക് സംഘ് പരിവാറിനോ RSSനോ ആ നിലയിൽ ക്രൈസ്തവ വേട്ടയടക്കം ആ രൂപത്തിലേക്ക് കൊണ്ടുപോകാൻ കഴിയാത്തത്? കാരണം BJPക്ക് മുൻപിൽ നിതീഷ് എന്ന നേതാവ് നിൽക്കുന്നു എന്നത് തന്നെയാണ് അതിൻ്റെ വ്യത്യാസം. ഞാൻ അതാണ് പറഞ്ഞത്. ആ വിശ്വാസത്തിൽ മുമ്പ് പറഞ്ഞതുപോലുള്ള ജനവിഭാഗങ്ങൾ നിങ്ങളുടെ മുന്നണിക്കൊപ്പം ചേരുന്നുണ്ടാകാം. നിതീഷ് ഇല്ല എങ്കിൽ നിങ്ങളുടെ സ്ഥിതി മറിച്ചുമാണ്. മുൻപ് തെളിയിച്ചിട്ടുള്ളതാണല്ലോ അത്. നിപിൻ, ശ്രീ ശരത്ചന്ദ്രൻ, നിങ്ങളിങ്ങനെ ഫേക്ക് പ്രൊപ്പഗാൻഡ അയച്ചു വിടണമെന്നില്ല. സംഘപരിവാർ UPയിലോ ഛത്തീസ്ഗഡിലോ ദളിത് വേട്ട നടത്തുന്നില്ല. അങ്ങ് ഫേക്ക് പ്രൊപ്പഗാൻഡ അയച്ചു വിടണ്ട. ഞാൻ അങ്ങയോട് മറ്റൊരു കാര്യം, കേൾക്കുന്നവർ തീരുമാനിക്കട്ടെ, ഇറങ്ങി വന്ന വൈദികർ തീരുമാനിക്കട്ടെ, കന്യാസ്ത്രീമാർ തീരുമാനിക്കട്ടെ, CBCI തീരുമാനിക്കട്ടെ. പറഞ്ഞോളൂ. ഞാൻ എൻ്റെ പോയിന്റിലേക്ക് വരട്ടെ. മലയാളികൾ തന്നെ ഉണ്ടേ. നിങ്ങൾ ചോദ്യം ചോദിച്ചു കഴിഞ്ഞല്ലോ. അപ്പോൾ എനിക്ക്
നിങ്ങൾ ചോദ്യം ചോദിച്ചു അല്ല കഴിഞ്ഞാൽ അതിൽ എന്നെ കൂടി കണക്ട് ചെയ്ത് ഒരു സാമർഥ്യം കാണിച്ചപ്പോൾ ഞാൻ എന്തെങ്കിലും ഒന്നും പറയണ്ടേ നിവിൻ? പറഞ്ഞോളൂ. പറഞ്ഞു. അതെ, അല്ല അത് നിങ്ങൾ ഫേക്ക് പ്രൊപ്പഗാൻഡ അയച്ചു കൊടുക്കുന്നോണ്ടാണ്. ഫേക്ക് അല്ല എന്നാണ് ഞാൻ പറഞ്ഞത്. ഫേക്ക് അല്ല എന്നാണ് ഞാൻ പറഞ്ഞത്. ഏറ്റവും അവസാനം വന്ന CBCIയുടെ സ്റ്റേറ്റ്മെന്റ് അടക്കം നോക്കൂ. ശരത്ചന്ദ്രൻ എന്തെങ്കിലും തെളിവുണ്ടോ? എന്തെങ്കിലും ഒരു തെളിവുണ്ടോ? രാജ്യത്തെ ഏറ്റവും വലിയ വാർത്തകളും ഏറ്റവും വലിയ ആശങ്കയും അത് തന്നെയായിരുന്നില്ലേ? ജയിലിലടക്കപ്പെട്ട കന്യാസ്ത്രീമാർ, വൈദികർ, എന്തെല്ലാം ആക്രമണങ്ങൾ, എത്രയെത്ര. നിങ്ങൾ അത് ബീഹാർ, ഞാൻ പറഞ്ഞ താരതമ്യം പ്രേക്ഷകർക്ക് മനസ്സിലായിട്ടുണ്ടാവും. UP-യിലുണ്ട്, മധ്യപ്രദേശിൽ കണ്ടു, ഛത്തീസ്ഗഡിൽ കണ്ടു, അല്ലല്ല അങ്ങ് ബീഹാറിലുണ്ടോ? അങ്ങ് ചുമ്മാതെ അങ്ങ് പറഞ്ഞ പോലെ അങ്ങ് നേരത്തെ പറഞ്ഞൊരു കാര്യം ഗണ്ണിച്ചുകൊണ്ട് ഞാൻ പറയാം. അങ്ങ് പറഞ്ഞു കേരളത്തിൽ സിസ്റ്റമാറ്റിക് സ്പെഷ്യൽ ഇൻറ്റൻസീവ് റിവിഷനെതിരെ കേരളം നിലപാടെടുത്തു. ഇന്നലെ ഹൈക്കോടതിയിൽ ബഹുമാനപ്പെട്ട അഡ്വക്കേറ്റ് ജനറൽ സ്പെഷ്യൽ ഇൻറ്റൻസീവ് റിവിഷൻ അതിൻ്റെ വാലിഡിറ്റി ചോദ്യം ചെയ്തിട്ടില്ല എന്ന് പ്രത്യേകം പറയുകയുണ്ടായി. അതിൻ്റെ ഡിഫർമെൻറ്റ് അത് മാറ്റിവെക്കാനാണ് കേരളം കോടതിയിൽ പോയത്. അങ്ങ് തെറ്റായ വാർത്ത പ്രൊപ്പഗേറ്റ് ചെയ്യേണ്ട. കേരള സർക്കാർ പറയാത്ത കാര്യമാണ് അങ്ങ് പറയുന്നത്. കേരള സർക്കാരിൻ്റെ അഡ്വക്കേറ്റ് ജനറൽ ഹൈക്കോടതിയിൽ പറഞ്ഞിരിക്കുന്നത് ദിസ് ഇസ് ഓൺലി ഫോർ ഡിഫർമെൻറ്റ് ആൻഡ് വി ആർ നോട്ട് ക്വസ്റ്റ്യനിങ് ദ വാലിഡിറ്റി. അഡ്വക്കേറ്റ് ജനറൽ പറയുന്നതിന് വിപരീതമാണ് അങ്ങ് പറഞ്ഞിരിക്കുന്നത്. അങ്ങ് തെറ്റായ വാർത്തയാണ് പറയുന്നത്. കേരളം ഒരിക്കൽ പോലും SIR സ്പെഷ്യൽ ഇന്റൻസീവ് റിവിഷനെ ചോദ്യം ചെയ്തിട്ടില്ല. പറഞ്ഞത് കേരളത്തിലെ രാഷ്ട്രീയ പാർട്ടികൾ എടുത്തിട്ടുള്ള, മുഖ്യമന്ത്രി അടക്കം എടുത്തിട്ടുള്ള സ്റ്റേറ്റ്മെന്റിനെ കുറിച്ചാണ് പറഞ്ഞത്. കോടതിയിലെ വാദമല്ല ഞാൻ പറഞ്ഞത്. ശരി, അതല്ലല്ലോ സർക്കാരിന്റെ നിലപാട്. ഞാൻ കേരളത്തിന്റെ പൊതു നിലപാടെന്നല്ലേ പറഞ്ഞത്? കേരളത്തിലെ രാഷ്ട്രീയ പാർട്ടികൾ, കേരളത്തിന്റെ പൊതുവികാരം എന്നല്ലേ പറഞ്ഞത്? ഹൈക്കോടതിയിൽ കൊടുത്ത ഞാൻ ജീവിക്കുന്ന കേരളത്തിലല്ലേ, എന്റെ പാർട്ടി പ്രവർത്തിക്കുന്ന കേരളത്തിലല്ലേ. അതുകൊണ്ടാണ് ഞാൻ നിങ്ങൾ കേരളത്തിലെ നിയമസഭയിൽ ഒരു അംഗം പോലുമില്ല. ആ നിലയിലാണ് കേരളത്തിലെ നിങ്ങളുടെ പ്രാതിനിധ്യം. കേരളത്തിൽ നിന്ന് മെമ്പർ ഓഫ് പാർലമെന്റ് ജയിച്ചാൽ കേരളത്തിന്റെ ബഹുഭൂരിപക്ഷം ഞങ്ങൾക്കും CPM-നും ഒരൊറ്റ MP മാത്രമേ ഉള്ളൂ. ഞങ്ങൾക്കും CPM-നും ഒരൊറ്റ MP മാത്രമേ ഉള്ളൂ. നിയമസഭയുടെ കാര്യം പറഞ്ഞേ. കാര്യമുള്ളത് ഈ SIR-നെ ചോദ്യം ചെയ്ത് സുപ്രീം കോടതിയിൽ കേസ് നടക്കുന്നുണ്ട്. ഇവിടെ കൊടുത്തിരിക്കുന്നത് നിപിൻ പൂർത്തിയാക്കൂ. യെസ്. എന്നിട്ട് ഞാൻ എൻ്റെ പോയിന്റിലേക്ക് വരാം. ബഹുമാനപ്പെട്ട ശ്രീ VPP മുസ്തഫ പറയുകയുണ്ടായി എന്ത് തരത്തിലുള്ള മാറ്റമാണ് ബീഹാറിൽ ഉണ്ടായതെന്ന്. നിങ്ങൾ 95 മുതൽ 2005 വരെ ഭരിച്ച് നിങ്ങൾ RJDയുടെ കൂടെ ഭരിക്കുമ്പോൾ 31 സീറ്റോടെ CPM RJDയെ പിന്തുണയ്ക്കുമ്പോൾ അന്ന് പ്രതിശീർഷ വരുമാനം 2660 രൂപയാണ്. ഇന്ന് 36,333 രൂപയാണ് പ്രതിശീർഷ വരുമാനം. അതാണ് ബീഹാറിൽ ഞങ്ങൾ ഉണ്ടാക്കിയ മാറ്റം. ബീഹാറിലെ ഗ്രാമങ്ങളിലേക്ക് ചെല്ലുമ്പോൾ അവിടെയുള്ള കുടിലുകൾ നിങ്ങൾ ഇപ്പൊ ചെന്ന് നോക്കണം, അതെല്ലാം മാറി പ്രധാനമന്ത്രി ഭവനങ്ങൾ നിർമ്മിച്ചു. അവിടെ മാധ്യമപ്രവർത്തകർ അവിടെ പോയതെല്ലാം നമ്മുടെ മുമ്പിൽ എത്തിച്ചു. ഒക്കെ കണ്ടു നമ്മളെല്ലാരും. അതിൽ നിവിനും ഞാനും വ്യത്യാസമാണ്. ശരിയാണ്, മാറ്റങ്ങളെ പതിറ്റാണ്ടുകൾ നീണ്ട കോൺഗ്രസ് ഭരണം ആ സംസ്ഥാനം ഏതാണ്ട് 50 വർഷം പിന്നിലാണ് നമ്മളെക്കാൾ. മാറ്റേണ്ടതുണ്ട്. അതൊരിക്കലും നമ്മളെ സന്തോഷിപ്പിക്കുന്ന കാര്യമല്ല. നമ്മളെ സന്തോഷിപ്പിക്കുന്ന കാര്യമല്ല. അത് സന്തോഷിപ്പിക്കുന്ന കാര്യമല്ല. ഒരു രാജ്യത്തെ പൗരന്മാരെന്ന നിലയിൽ നമ്മുടെ കോൺഗ്രസ് ഭരണവും ആ ജനത പതിറ്റാണ്ടുകൾ നീണ്ട കോൺഗ്രസ് ഭരണവും എക്സ്ട്രീമിസ്റ്റ് ലെഫ്റ്റിസവും ബീഹാറിനെ പുറകോട്ട് അടിച്ചിട്ടുണ്ട്. ബീഹാറിൽ നിന്ന് ആളുകൾ പുറത്തേക്ക് മൈഗ്രേറ്റ് എത്ര കാലമായി അവിടെ? 20 വർഷമായി. അതോ ഞാൻ പറഞ്ഞു 36,000 ചെറിയ കാലമാണല്ലോ. 36,330 രൂപ പ്രതിശീർഷ അല്ല 36,633 രൂപ പ്രതിശീർഷ വരുമാനം വന്നത് ഞങ്ങൾ ഭരിച്ചപ്പോഴാണ്. 2005-ൽ 1,87,000 വിദ്യാർത്ഥിനികൾ മെട്രിക്കുലേഷൻ പാസ്സാകുന്ന സാഹചര്യത്തിൽ ഇപ്പോൾ 8,70,000 പേരാണ് മെട്രിക്കുലേഷൻ പാസ്സാവുന്നത്. വിദ്യാഭ്യാസ ഘടനയിൽ തന്നെ വലിയ മാറ്റം വന്നു. ശ്രീ മുസ്തഫ ശരി റൈറ്റ്. മുസ്തഫ, അദ്ദേഹം പറയുന്നത് ബീഹാറിൻ്റെ മാറ്റം അതിൻ്റെ ഒരു വലിയ നേട്ടമാണ്. അത് താങ്കൾ ശ്രദ്ധിച്ചിട്ടുണ്ട്. ഞാൻ പൊതുവായി തന്നെ ഈ ചർച്ചയിലൂടെ ഉയർന്നു വന്ന വിമർശനങ്ങളുടെ SIR-മായി ബന്ധപ്പെട്ട്, സ്റ്റേറ്റുമായി ബന്ധപ്പെട്ടൊക്കെ കേട്ടിട്ടുണ്ടല്ലോ. രണ്ടാമത്തെ ഒരു പ്രധാനപ്പെട്ട കാര്യം, ആ സഖ്യത്തെ ഈ വിധം ദുർബലമാക്കുന്നതിലെ സഖ്യത്തിലെ രണ്ടാമത്തെ കക്ഷിയായിട്ടുള്ള കോൺഗ്രസിൻ്റെ വലിയ പങ്കാളിത്തം എന്ന് അപരിഹാര്യമായിട്ടുള്ള തെറ്റ് അവരുടെ ഭാഗത്ത് നിന്ന് സംഭവിച്ചിരിക്കുന്നു എന്നതിനെ സംബന്ധിച്ചും ഇവിടെ ചർച്ച ഉയർന്നു. അതിൻ്റെ ഉത്തരവാദിത്വത്തിൽ നിന്ന് ആ നേതാക്കൾ കൊഴിഞ്ഞു നിൽക്കാനാകുമോ എന്ന ചോദ്യം അതിനകത്തുണ്ട്. സൗഹൃദ മത്സരമടക്കം സംഘടിപ്പിച്ച് 15ഓളം സീറ്റുകളിലാണ് ആ മുന്നണിയെ ആ നിലയിലെത്തിച്ചത്. പലതരം പ്രശ്നങ്ങൾ ഉയർന്നു വന്നല്ലോ ചർച്ചയിൽ. താങ്കളുടെ ഭാഗം ഊഴം. ശരത്തെ, നമ്മളിവിടെ ഒന്ന് കാണേണ്ടത് ഈ
BJP പ്രതിനിധി അവകാശപ്പെടുന്നത് പോലെ ഒരു വലിയ മോഡി പ്രഭാവം BJPയുടെ ഈ വികസിത ഭാരത് സങ്കല്പത്തിൻ്റെയൊക്കെ ഭാഗമായിട്ടാണ് ബീഹാറിലെ വിജയമെങ്കിൽ രാജ്യം മുഴുവൻ ആ പ്രവണത നിലനിൽക്കണ്ടേ? ഒരു സംസ്ഥാനത്ത് മാത്രമായിട്ട് BJPക്ക് അങ്ങനെ ഒരു നേട്ടമുണ്ടായാൽ പോരല്ലോ. ഇപ്പം ഇന്ന് തന്നെ ബീഹാറിനോടൊപ്പം നിയമസഭാ ഉപതെരഞ്ഞെടുപ്പ് നടന്ന വിവിധ സംസ്ഥാനങ്ങളിലെ റിസൾട്ടുകൾ വന്നല്ലോ. അവിടെ എവിടെയാ BJPയുടെ സ്ഥാനം? ഇപ്പോൾ പഞ്ചാബിൽ ആം ആദ്മി പാർട്ടിയാണ് ഭരിക്കുന്നത്. അവിടെ തരൻ മണ്ഡലത്തിൽ 5ാം സ്ഥാനത്താണ് BJP. കെട്ടിവെച്ച കാശ് കിട്ടിയില്ല BJPക്ക്. നിങ്ങൾ പറയുന്നത് പോലെ മോഡി പ്രഭാവം രാജ്യം മുഴുവൻ നിലനിൽക്കുന്നുണ്ടെങ്കിൽ പഞ്ചാബിലെ തരൻ മണ്ഡലത്തിൽ നിങ്ങൾക്ക് ഒന്നുമില്ലെങ്കിൽ 2ാം സ്ഥാനത്തെത്താൻ വേണ്ടി കഴിയണ്ടേ? അവിടെ എങ്ങനെയാ BJP കെട്ടിവെച്ച കാശ് പോലും ഇല്ലാതെ പോയത്? ജാർഖണ്ഡിൽ നിങ്ങൾ അവിടുത്തെ JMMന്റെ നേതാക്കളെ ജയിലിലടച്ചു. നിങ്ങൾ അവിടുത്തെ ഭരണത്തെ അട്ടിമറിക്കാൻ ശ്രമിക്കുന്നു. അവിടെ ഉപതെരഞ്ഞെടുപ്പ് നടന്നപ്പോൾ BJPയുടെ സ്ഥിതി എന്താ? നിങ്ങൾ ഇപ്പോൾ അധികാരത്തിലുള്ള രാജസ്ഥാനിൽ ഉപതെരഞ്ഞെടുപ്പ് നടന്ന മണ്ഡലത്തിൽ കോൺഗ്രസാ ജയിച്ചത്, നിങ്ങളല്ല ജയിച്ചത്, BJP അല്ല ജയിച്ചത്. അപ്പൊ രാജ്യത്തെ വിവിധ സംസ്ഥാനങ്ങളിൽ ഇങ്ങനെ ഉപതെരഞ്ഞെടുപ്പ് നടന്നപ്പോൾ ബീഹാറിൽ നിങ്ങൾ ഉണ്ടാക്കിയത് നിങ്ങളുടെ മോഡി ഭരണത്തിന്റെ മികവാണെങ്കിൽ, നിങ്ങളുടെ BJPയുടെ വികസിത ഭാരതിന്റെ നേട്ടമാണെങ്കിൽ രാജ്യത്തെ മറ്റ് സംസ്ഥാനങ്ങളിലും ഇന്ന് വോട്ടെണ്ണിയപ്പോൾ ആ പ്രവണത നിങ്ങൾക്ക് നിലനിർത്താൻ വേണ്ടി കഴിയണമായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ നേരത്തെയും പറഞ്ഞത്, ഇത് BJPയുടെ കേന്ദ്ര ഭരണത്തിന്റെ നേട്ടമല്ല, ബീഹാറിലെ NDA ഭരണത്തിന്റെ നിതീഷ് ഭരണത്തിന്റെ നേട്ടമല്ല, മറിച്ച് മനുഷ്യർക്കിടയിൽ നിങ്ങൾ വിഭജനങ്ങൾ തീർക്കുകയാണ്. വർഗീയമായ ജാതിയും മതവും സമുദായവും പറഞ്ഞുകൊണ്ടുള്ള വേർതിരിവുകൾ ഉണ്ടാക്കുകയാണ്. വർഗ രാഷ്ട്രീയത്തിനു പകരം ആ വർഗീയ രാഷ്ട്രീയം കുത്തിച്ചെലുത്തിയപ്പോൾ നിങ്ങൾക്കൊരു ഹെജിമണി കിട്ടി. എന്നാൽ ഇവിടെ നേരത്തെ മറ്റൊരു സഹപാനലിസ്റ്റ് സൂചിപ്പിച്ചല്ലോ അവിടുത്തെ വോട്ടിംഗ് നിലവാരം. നിങ്ങൾ അമ്പയെ പരാജയപ്പെടുത്തുകയാണെങ്കിൽ സീറ്റ് നിലവാരത്തിൽ ശരി RJDയും മഹാഗഠബന്ധനും പിറകോട്ട് പോയി. പക്ഷേ എന്തേ കഴിഞ്ഞ തവണത്തേക്കാൾ വോട്ട് ശതമാനം കൂടി? 37-ൽ നിന്ന് 38% വർദ്ധിക്കുകയല്ലേ ചെയ്തത്? RJDയുടെ വോട്ടിംഗ് ഷെയർ നല്ലതുപോലെ അവിടെ നിലനിൽക്കുകയല്ലേ? അപ്പം അതുകൊണ്ട് നിങ്ങളെന്തോ ഈ സീറ്റിന്റെ എണ്ണത്തിൽ ഉണ്ടായിട്ടുള്ള മികവ് വെച്ചിട്ട് അതാകെ നിങ്ങളുടെ ഒരു വലിയ വിജയമാണെന്ന് പറയല്ല. നേരത്തെ പറഞ്ഞതുപോലെ SIRന്റെ പ്രശ്നമുണ്ട്, നിങ്ങൾ ഉണ്ടാക്കിയ വേർതിരിവുകളുടെ പ്രശ്നമുണ്ട്. ആകെ പോൾ ചെയ്ത വോട്ടിന്റെ കണക്കിൽ തന്നെ നേരത്തെ മറ്റ് ചില സംസ്ഥാനങ്ങളിലെ പോളിംഗ് പെർസെന്റേജ് മഹാരാഷ്ട്രയിലൊക്കെ വലിയ വിവാദമായതാണല്ലോ. അതുപോലെ ഇവിടെയും പതിവുകയാണല്ലോ. നിങ്ങൾ ആകെ പറയുന്നത് 7.7 കോടി വോട്ടർമാർ, പക്ഷെ പോൾ ചെയ്ത വോട്ടിന്റെ എണ്ണം 7.10 ലക്ഷം, 7 കോടി 10 ലക്ഷം, 3 ലക്ഷം വോട്ടർമാർ അധികം പോൾ ചെയ്തു എന്നൊക്കെയുള്ള കണക്കുകൾ. ഇങ്ങനെ വല്ലാത്ത ദുരൂഹത നിങ്ങൾ ഉണ്ടാക്കുകയാണ്. ഭരണ സംവിധാനങ്ങളെ ആകെ നിങ്ങൾ അട്ടിമറിക്കുകയാണ്. ഇതിൻ്റെയൊക്കെ പ്രശ്നങ്ങൾ ധാരാളമായിട്ടുണ്ട്. ഇനി ശരത്ത് സൂചിപ്പിച്ചതുപോലെ ഈ കോൺഗ്രസിന്റെ നിലപാടിന്റെ പ്രശ്നം അത് വലിയ നിലയിൽ കാണേണ്ടതാണ്. യഥാർത്ഥത്തിൽ 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മഹാഗഠബന്ധന് ഉണ്ടാക്കാൻ വേണ്ടി കഴിഞ്ഞ ദേശീയ തലത്തിലെ ഒരു മുന്നേറ്റം, അന്ന് അന്തരിച്ചുപോയ CPIMന്റെ ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി ഉൾപ്പെടെ മുൻകൈയെടുത്ത് എല്ലാവരെയും കൂട്ടിയോജിപ്പിച്ച ഒരു വേദിയിൽ കൊണ്ടുവന്ന് ആ ദേശീയ തലത്തിൽ ഉണ്ടാക്കിയ മഹാഗഠബന്ധൻ അത് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വലിയ മുന്നേറ്റം ഉണ്ടാക്കിയില്ലേ? അത് നിലനിർത്താൻ എന്തുകൊണ്ടാണ് പിന്നീട് കഴിയാതെ പോയത്? കോൺഗ്രസിന്റെ നിലപാടല്ലേ അതിന് കാരണമായി തീർന്നത്? ഇവിടെ ശ്രീ റോണി കോൺഗ്രസിന്റെ പ്രതിനിധി പറയേണ്ട കാര്യമാണ്. ലോക്സഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ 6 മാസത്തിന് ശേഷം നിയമസഭാ തെരഞ്ഞെടുപ്പ് നടന്ന കോൺഗ്രസ് ഭരണത്തിലുണ്ടായിരുന്ന രാജസ്ഥാനിലും ഛത്തീസ്ഗഡിലുമെല്ലാം ആ അധികാരം നഷ്ടപ്പെടുന്ന സ്ഥിതിയിലേക്ക് കോൺഗ്രസ് കൊണ്ടുവന്നെത്തിച്ചില്ലേ? ബീഹാറിലും നിങ്ങളുടെ സ്ഥിതി നിങ്ങൾ നോക്കൂ. രാഹുൽ ഗാന്ധി ഒരു വലിയ ജാഥ ആഗസ്റ്റ് മാസത്തിൽ നടത്തിയില്ലേ? അത്രയും 100-ലധികം മണ്ഡലങ്ങളിലൂടെ കടന്നുപോയ 10,000-ഓളം കിലോമീറ്റർ സഞ്ചരിച്ച ആ ജാഥ കടന്നുപോയ ഒരൊറ്റ മണ്ഡലത്തിൽ, ഏതെങ്കിലും ഒരു മണ്ഡലത്തിൽ ചലനമുണ്ടാക്കാൻ കോൺഗ്രസിന് സാധിച്ചോ? രാഹുൽ ഗാന്ധിയുടെ പ്രഭാവത്തിന് സാധിച്ചോ? അല്ല, കോൺഗ്രസ് ആത്മവിമർശനത്തിന് തയ്യാറാകണം. ശരി നിപിൻ, ഞാൻ ഈ ഇടവേളയുടെ സമയത്ത് ഒരു ദേശീയ മാധ്യമത്തിൽ കണ്ട ഒരു കാർഡിനെ കുറിച്ചാണ് പറയാൻ ശ്രമിക്കുന്നത്. BJPയുടെയും JDUവിൻ്റെയും വിജയത്തെ ആവേശകരമായി അവർ എഴുതി കാണിക്കുന്നത് ബീഹാർ സുനാമി എന്നാണ്. പക്ഷെ ഞാൻ ആലോചിച്ചത് ഈ സുനാമി ആളുകൾ ഇഷ്ടപ്പെടുന്നതേ അല്ല. നമ്മുടെയൊക്കെ ആണല്ലോ ഒരു അനുഭവത്തിൽ സുനാമി ഉള്ളത്. അത് ഓരോരുത്തരുടെ വാക്യങ്ങൾ അങ്ങനെ ആയതുകൊണ്ടായിരിക്കാം. ഞാൻ VPP മുസ്തഫയ്ക്ക് ഒന്ന് മറുപടി കൊടുത്തോട്ടെ. കേരളം ഒഴികെ ബാക്കി എല്ലാ സ്ഥലത്തും
നോട്ടയോട് മത്സരിക്കുകയും അതിദയനീയമായി പരാജയപ്പെടുകയും ചെയ്യുന്ന പാർട്ടിയാണ് CPM. അങ്ങ് ദേശീയ രാഷ്ട്രീയത്തെക്കുറിച്ചൊന്നും ആലോചിക്കേണ്ട. ബീഹാറിലെ CPM-ൻ്റെ വോട്ട് ശതമാനം 0.62ആണ്, നോട്ടയുടെ വോട്ട് ശതമാനം 1.8ആണ്. അങ്ങനെ ഈ CPM-ൻ്റെ ഓരോ സ്ഥലത്ത് വോട്ട് പോലും തെരഞ്ഞു പോകാൻ കഴിയില്ല എന്ന്, എവിടേക്കാണ് മത്സരിച്ചതെന്ന് പോലും നമുക്ക് കണ്ടെത്താൻ സാധിക്കില്ല. പിന്നെ അതിലൊരു ചെറിയ പ്രശ്നമില്ലേ, കാരണം ഇപ്പോൾ കോൺഗ്രസിലെ പോലെ കോൺഗ്രസ് ഒരുപാട് സീറ്റുകൾ ചോദിച്ചു മേടിച്ച് ഞങ്ങൾക്ക് ഇത്ര ശക്തി ഉണ്ട് എന്ന് പറഞ്ഞ് അവിടെ മത്സരിക്കാൻ ശ്രമിക്കുന്നു. ഇടത് പാർട്ടികൾ അങ്ങനെ ചെയ്യുന്നുണ്ടോ? ഇടത് പാർട്ടികൾ ഇപ്പോൾ CPM ആവട്ടെ CPI ആവട്ടെ 2 സീറ്റിൽ CPM മത്സരിക്കുന്നു, ഒരിടത്ത് വിജയിച്ചു. കോൺഗ്രസിനേക്കാൾ ഭേദമല്ലേ അപ്പുറത്ത്? അങ്ങനെയല്ലേ എൻ്റെ ഒരു അവസ്ഥ. പക്ഷേ കോൺഗ്രസ് എന്താണ്, ഡിമാൻഡ് ചെയ്ത് സീറ്റുകൾ വാങ്ങുകയാണ്. വലിയ വ്യത്യാസമില്ലേ ഇതിൽ? പക്ഷെ അധികം തോൽക്കുകയും ചെയ്യും. അല്ല, തീർച്ചയായും അത് തന്നെയാണ് പ്രധാനമന്ത്രി അഭിപ്രായപ്പെട്ടത്. കോൺഗ്രസ് ആണ് അവിടെ JDU-നെ തകർത്തുകൊണ്ടിരിക്കുന്നത്. ബീഹാറിൽ CPM-ന് 2 സീറ്റ് ഉണ്ടായിരുന്നു കഴിഞ്ഞ തവണ. ഇത്തവണ അത് 2-ൽ നിന്ന് 1-ലേക്ക് ചുരുങ്ങി. ഇനി 1-ൽ നിന്ന് 0-ലേക്ക് അത് ചുരുങ്ങും. പ്രധാനമന്ത്രി അത് തന്നെയാണ് പറഞ്ഞത്. കോൺഗ്രസ് ഓരോ സംസ്ഥാനത്തും അതത് പാർട്ടികളെ നശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അവരുടെ പാരസൈറ്റായി നിന്ന് ആ പാർട്ടികളൊക്കെ നശിപ്പിച്ചാണ് അവർ ജീവിച്ച് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ശരി, ഒരു വലിയ ആത്മപരിശോധന കോൺഗ്രസ് നടത്തണ്ടേ? കോൺഗ്രസ് ബീഹാറിൽ വളരെ ചെറിയൊരു പാർട്ണറായി ഒരു ഘടകകക്ഷി സംവിധാനത്തിലേക്ക് മാറിയിരിക്കുന്നു എന്ന യാഥാർത്ഥ്യം തിരിച്ചറിയണ്ടേ? ദേശീയ തലത്തിലടക്കം ഒരു മുന്നണിയെ മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ കോൺഗ്രസ് ഈ വലിയ തിരിച്ചടികളിൽ നിന്ന് വളരെ റിയലിസ്റ്റിക്കായി കാര്യങ്ങളെ കാണണ്ടേ? റോണി കേൾക്കുന്നില്ല, മ്യൂട്ടാണെന്ന് തോന്നുന്നു. പിന്നെ പ്രധാനമന്ത്രി പറയുന്നു കോൺഗ്രസ് ആണ് ഒരു പാരസൈറ്റായി മറ്റു രാഷ്ട്രീയ പാർട്ടികളെ വിഴുകുന്നത്. നമ്മുടെ മുമ്പിൽ എത്രയോ ഉദാഹരണമുണ്ട്. ആസാമിലെ ആസാം ഗണപരിഷത്ത് എവിടെ പോയി? അല്ലെങ്കിൽ ഒറീസയിലെ ബിജു ജനതാദൾ എവിടെ പോയി? പഞ്ചാബിലെ അകാലിദൾ എവിടെ പോയി? BJP ആരൊക്കെയായിട്ട് കൂട്ടുകൂടുന്നു അവരെ മുഴുവൻ വിഴുങ്ങുന്ന ഒരു സ്വഭാവമാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ആ പ്രധാനമന്ത്രി തന്നെയാണ് ഇത് പറയുന്നത്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒറ്റ കാര്യമുള്ളൂ, കോൺഗ്രസ് ആണ് ഇവരുടെ എല്ലാം ടാർഗറ്റ്. അത് ഇലക്ഷൻ കമ്മീഷൻ ആയിക്കോട്ടെ, BJP ആയിക്കോട്ടെ, മുഴുവൻ രാഷ്ട്രീയ പാർട്ടികളായിക്കോട്ടെ, കോൺഗ്രസിനെ തീർക്കാൻ വേണ്ടിയിട്ട് ആണ് ഈ മുഴുവൻ സംവിധാനം. പക്ഷേ ഒന്നും നിങ്ങൾ പറഞ്ഞു ഉത്തർപ്രദേശിൽ കോൺഗ്രസ് എഴുതി തള്ളിയില്ലോ. ഞങ്ങൾക്ക് എത്ര ലോക്സഭാ MP-മാർ കഴിഞ്ഞ തവണയുണ്ട്. കോൺഗ്രസിന്റെ ശക്തി കേന്ദ്രങ്ങളൊക്കെ കോൺഗ്രസ്. അപ്പോൾ ഞങ്ങൾ അവിടെ അനർഹമായിട്ടുള്ള ഒരു സീറ്റ് ഞങ്ങൾ മേടിച്ചിട്ടില്ല. അവിടെ വന്നത് ഇവിടെ ചർച്ച ചെയ്യപ്പെടാതെ ഒറ്റ കാര്യമുണ്ട്, കൈരളിക്ക് ആത്മാർത്ഥത ഉണ്ടെങ്കിൽ ഒബൈസി പിടിച്ച് വോട്ട്, ഒബൈസിക്ക് കിട്ടിയ സീറ്റുകൾ നിങ്ങൾ ചർച്ച ചെയ്യണം. ഹിമാചൽ മേഖലയിൽ ഈ പറയുന്ന മഹാസഖ്യത്തിന് CPM ഉൾപ്പെടെയുള്ള അപകടം തന്നെയാണ്. BJP വിരുദ്ധ വോട്ടുകളെ ദോഷകരമായി ബാധിക്കുന്നു ഒവൈസി. അത് എത്രയോ തവണ ചർച്ചകളിൽ വന്നതുകൊണ്ടാണ്. യെസ്, നമ്മൾ തന്നെ ചർച്ച ചെയ്താണത്. 1 മണിക്കൂർ ചർച്ച മുഴുവൻ എന്ന് പറയുന്നത് കോൺഗ്രസ് ആണ് ഇതിന് മുഴുവൻ കാരണം, ഉത്തരവാദി. യഥാർത്ഥത്തിൽ എന്താണ് കാരണം എന്ന് ചർച്ച ചെയ്യണം. അതല്ലേ ഞാൻ ചോദിച്ചത്, അതല്ലേ പറഞ്ഞത്. ആത്മപരിശോധന കോൺഗ്രസ് നടത്തുമോ എന്നത് ഇതല്ലേ ഞാൻ ചോദിച്ചത്. പരിശോധിക്കേണ്ടത് പാർട്ടിയല്ലേ, ചെയ്യുമോ എന്നാ ചോദിച്ചത്. കൈരളി പരിശോധിക്കണം. ഞാൻ പറഞ്ഞല്ലോ ഇവിടുത്തെ എന്തുകൊണ്ടാണ് അവിടെ ഈ ബീഹാറിൽ ഇങ്ങനെ തെരഞ്ഞെടുപ്പ് ഫലം വന്നത് കൃത്യമായി ഞാൻ പറഞ്ഞു. അതൊരു വലിയ ഭീഷണിയാണ്, വലിയ സൂചനയാണ്. കേരളം ഉൾപ്പെടെയുള്ള മുഴുവൻ സംസ്ഥാനങ്ങളിൽ ഇന്ത്യയിൽ മുഴുവൻ വരാൻ പോകുന്ന വലിയ അപകടത്തിന്റെ സൂചനയാണ്. ഇത് നിങ്ങളെല്ലാം സന്തോഷിച്ചോ? നിങ്ങൾ സന്തോഷിച്ചോ? നാളെ നിങ്ങൾ പൊട്ടിക്കരയേണ്ടി വരുന്ന ഒരു രാഷ്ട്രീയ സാഹചര്യമാണ് ഇന്ത്യയിൽ രൂപപ്പെടാൻ പോകുന്നത് എന്ന് തിരിച്ചറിയണം. അങ്ങനെ ഒരു രാഷ്ട്രീയ സാഹചര്യത്തിലാണ് രാജ്യം നിൽക്കുന്നതെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആളുകൾ അടക്കം പറയുന്നത് കോൺഗ്രസെ നിങ്ങൾ നന്നാവുന്നില്ല എന്ന് മാത്രമല്ല മറ്റുള്ളവരെ കൂടി നശിപ്പിക്കും വിധത്തിലേക്കുള്ള പണിയെടുക്കുന്നു. അവിടെയാണ് പ്രധാനമന്ത്രി പാരസൈറ്റ് എന്ന് നിങ്ങളെ വിശേഷിപ്പിച്ചത്. എന്ത് ചെയ്യാൻ പറ്റും? അത് തിരിച്ചറിയേണ്ടത് കോൺഗ്രസ് അല്ലേ? ശ്രീ മുസ്തഫ, വളരെ വേഗം, വളരെ ചുരുക്കം. പ്രധാനമന്ത്രി പറയുന്നതാണല്ലോ ആപ്തവാക്യം. നിങ്ങളുടെ മുമ്പിൽ തന്നെയല്ലേ പറഞ്ഞത്? പൊളിറ്റിക്കൽ സ്റ്റേറ്റ്മെന്റ്സ് ചർച്ച ചെയ്യാനുള്ളതല്ലേ? ഈ ആക്ഷേപം നിങ്ങൾ വാങ്ങിച്ചെടുക്കുന്നു എന്നല്ലേ ഞാൻ പറഞ്ഞത്. ഞാൻ പറഞ്ഞത് എന്താണ്, അങ്ങനെ ഒരു പൊളിറ്റിക്കൽ സ്റ്റേറ്റ്മെന്റ് പ്രധാനമന്ത്രി രാജ്യത്തെ പ്രധാനപ്പെട്ട പാർട്ടിയായിട്ടുള്ള കോൺഗ്രസിന് മേൽ ചൊരിയുന്നത് നിങ്ങൾ തന്നെ സൃഷ്ടിച്ചെടുത്തതാണെന്നല്ലേ ഞാൻ പറഞ്ഞത്. അത് ചർച്ചയ്ക്ക് വേണ്ടിയിട്ട് പറയുന്നതല്ലേ? നിങ്ങൾക്കത് കൗണ്ടർ ചെയ്യാൻ കഴിയുന്നില്ല എന്നുള്ളതാണ് നിങ്ങളുടെ പ്രശ്നം. ചർച്ച ചെയ്ത ഈ 1 മണിക്കൂർ ചർച്ച ചെയ്തത് ഈ യഥാർത്ഥ വസ്തുതകളല്ല എന്ന് ഞാനിവിടെ പറയാൻ വേണ്ടി ഞാൻ വളരെ ദുഃഖത്തോടുകൂടി ഞാൻ ആഗ്രഹിക്കുകയാണ്. ഈ രാജ്യത്തിന്റെ ജനാധിപത്യമാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നതെങ്കിൽ നിങ്ങൾ ചർച്ച ചെയ്യേണ്ടത് ഈ ആംഗിളിൽ ആയിരുന്നില്ല എന്നുകൂടി ഞാനിവിടെ ചൂണ്ടിക്കാണിക്കാൻ വേണ്ടി. ശ്രീ മുസ്തഫ, നിശ്ചയമായും കോൺഗ്രസ് ഇന്നത് പറയുന്നതിൽ അത്ഭുതമൊന്നുമില്ല. ശ്രീ മുസ്തഫ. അതെ, ഒറ്റ കാര്യമേ ഉള്ളൂ. ഇവിടെ ഇപ്പോ BJP-യും മറ്റ് ആളുകളും എല്ലാം ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിക്കുന്ന ഒരു ആഖ്യാനം, ഇന്ത്യയിലെ മഹാഗഡ്ബന്ധന് ഇനി പ്രസക്തിയില്ല, ഇടതുപക്ഷം അസ്തമിച്ചു പോയി. അതാണ് ഇവിടെ BJP പ്രതിനിധി അവസാനം പറഞ്ഞത്. ഇടതുപക്ഷത്തിന് ഭാവിയുണ്ടോ എന്നൊക്കെ നിലയിലാണ്. ഒരൊറ്റ കാര്യമേ ഉള്ളൂ, BJP-യും കോൺഗ്രസും ഉൾപ്പെടെയുള്ള വലതുപക്ഷ രാഷ്ട്രീയത്തെ പോലെ
പാർലമെന്ററി രാഷ്ട്രീയത്തിലെ വിജയം കൊണ്ട് മാത്രം നിൽക്കുന്ന ഒന്നല്ല. ഞങ്ങൾക്ക് ശക്തമായ നിലപാടുണ്ട്, അത് ലോകമാകെ അംഗീകരിക്കപ്പെടുന്നുണ്ട്. ഇപ്പൊ ന്യൂയോർക്കിലെ മേയറെ കുറിച്ച് അവിടുത്തെ നരേന്ദ്രമോദി അഥവാ ട്രംപ് പറഞ്ഞത് അയാൾ കമ്മ്യൂണിസ്റ്റ് ഭ്രാന്തൻ എന്നാണ്. സൊഹ്റാൻ മംദാനി അവിടെ ജയിച്ചപ്പോ അദ്ദേഹം ഡെമോക്രാറ്റിക് ആണ്, സോഷ്യലിസ്റ്റ് കാഴ്ചപ്പാടുണ്ട്. അപ്പോ ന്യൂയോർക്കിലെ മേയർ തൊട്ട് കേരളത്തിലെ പഞ്ചായത്ത് പ്രസിഡന്റ് വരെ അങ്ങനെ സോഷ്യലിസ്റ്റ് നിലപാടുകൾ ഉയർത്തിപ്പിടിക്കുന്നവർ ഇടതുപക്ഷ കാഴ്ചപ്പാടുള്ളവരായി മാറുകയാണ്. ഇന്ത്യയിൽ തന്നെ ഈ ബീഹാറും ഉത്തർപ്രദേശും എല്ലാം ഈ പറഞ്ഞ മുലായം സിംഗ് യാദവും നിതീഷ് കുമാറും RJDയും അപ്പുറത്ത് ബിജു ജനതാദളും എല്ലാം കൂടി ചേർന്നാൽ പഴയ ഇന്ത്യൻ സോഷ്യലിസ്റ്റുകളുടെ ആകെ പുനരേകീകരണം ഉണ്ടായാൽ ഈ പറയുന്ന നിലയിൽ BJPക്ക് പോകാനൊന്നും കഴിയില്ല. വലിയ നിലയിൽ ആ സാധ്യതകൾ ഇപ്പോഴും ഇന്ത്യൻ അതൊരു വളരെ പ്രധാന ആ പോയിന്റ് ഇന്ത്യയിലെ സോഷ്യലിസ്റ്റുകളുടെയും വലിയ യോജിച്ച മുന്നേറ്റം പ്രത്യയശാസ്ത്ര സമരം ഉണ്ടാകേണ്ടതുണ്ട്. ശ്രീ മുസ്തഫ ആ പറഞ്ഞത് ദേശീയ രാഷ്ട്രീയത്തിലേക്കാണ് ബീഹാറിനപ്പുറം ഈ ജനവിധിയെക്കുറിച്ചുള്ള ഒരു തിരിച്ചറിവും ആലോചനയും ഉണ്ടാക്കുന്നത്. ആ പോയിന്റിലേക്ക് ഞാൻ ശ്രീ ഷാജി ജോസഫിലേക്കും ശ്രീലാലിലേക്കും വളരെ ചുരുക്കി, നിങ്ങളുടെ വളരെ പ്രാഥമികമാണ്, ദേശീയ തലത്തിൽ ബീഹാർ ജനവിധി ഏതൊക്കെ തരത്തിൽ ദേശീയ രാഷ്ട്രീയത്തിൽ സ്വാധീനിക്കപ്പെടും? കാരണം നിതീഷ് കുമാർ അവിടം വിട്ട് ഇപ്പുറത്തേക്ക് വന്നയാളാണ്. ഒടുവിൽ ആ കോൺഗ്രസിൽ ഒരു വിശ്വാസവുമില്ലാതെ നിതീഷ് തിരിച്ചുപോയി. ആ തെരഞ്ഞെടുപ്പിൽ 24-ൽ അതിൻ്റെ ദോഷം ആ മുന്നണിക്ക് സംഭവിച്ചു. ദാ ഇപ്പോൾ വീണ്ടും ബീഹാറിലും. അപ്പോൾ ദേശീയ രാഷ്ട്രീയത്തിൽ നിതീഷിൻ്റെ ഈ പുതിയ സ്വാധീനം അടക്കം വരുന്ന പുതിയ സാഹചര്യം ദേശീയ രാഷ്ട്രീയത്തിൽ ബീഹാർ എന്ത് ചലനം സൃഷ്ടിക്കും? ചെറുതെ അതിനു മുമ്പ് എനിക്ക് അഡ്വക്കേറ്റ് നിപിൻ കൃഷ്ണൻ ബീഹാറിലെ വികസനത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ ഞാൻ ചില റെക്കോർഡുകൾ പരിശോധിക്കുകയായിരുന്നു. ഞാനൊരു റെക്കോർഡ്, ശ്രീ നരേന്ദ്രമോദിയുടെ ഗവൺമെൻറ് ഇന്ത്യ ഭരിക്കുന്ന കാലത്ത് 2024-ൽ ഇറങ്ങിയ നാഷണൽ മൾട്ടി ഡൈമെൻഷണൽ പോവർട്ടി ലൈൻ എന്ന് പറയുന്ന റിപ്പോർട്ട് MPI, അതിൽ എഴുതിയിരിക്കുന്ന ബീഹാറിനെ കുറിച്ച് എഴുതിയിരിക്കുന്ന ഒരു സെൻറ്റൻസ് ഒന്ന് വായിച്ച് കേൾപ്പിക്കാം. ബീഹാർ ഈസ് ദ സ്റ്റേറ്റ് വിത്ത് ദ ഹയസ്റ്റ് പോവർട്ടി റേറ്റ് ഇൻ ഇന്ത്യ. അക്കോർഡിംഗ് ടു ദ മൾട്ടി ഡൈമെൻഷണൽ പോവർട്ടി ഇൻഡെക്സ്, ബീഹാർ ഹാസ് ദ ഹയസ്റ്റ് പെർസെൻറ്റേജ് ഓഫ് ഇറ്റ്സ് പോപ്പുലേഷൻ ലിവിംഗ് ബിലോ പോവർട്ടി ലൈൻ. Per capita income, Bihar has the lowest per capita income in the country. 20 വർഷം NDA ഭരിച്ച സംസ്ഥാനത്തെക്കുറിച്ചാണ് ഈ പറയുന്നത്. ഇതിനെ ചോദ്യം ചെയ്യേണ്ട കാര്യമില്ല. കാരണം എന്താണെന്ന് അറിയുമോ? നാഷണൽ മൾട്ടി ഡൈമെൻഷണൽ പോവർട്ടി ഇൻഡെക്സ് എന്ന് പറയുന്ന റിപ്പോർട്ട് കേന്ദ്ര സർക്കാർ അംഗീകരിച്ച റിപ്പോർട്ടാണ്. ശരി. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, ബീഹാറിലെ വികസനത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ എനിക്കൊരു ഞെട്ടലുണ്ടായി. അതുകൊണ്ട് ഞാനൊന്ന് പരിശോധിച്ചത് മാത്രമേ ഉള്ളൂ. ബീഹാറിൽ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റ് ഉണ്ടായി എന്നതിന് യാതൊരു സംശയവുമില്ല. അത് അംഗീകരിക്കേണ്ടത് തന്നെയാണ്. ഇനി നിങ്ങൾ ചോദിച്ച ചോദ്യത്തിലേക്ക്, നിതീഷ് കുമാർ ഒരു വലിയ മല പോലെ ബീഹാറിൻ്റെ സോഷ്യോ റിലീജിയസ് ഹാർമണിയെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ നിൽക്കുന്നില്ല എങ്കിൽ ബീഹാറിൽ നമ്മൾ ഇതുവരെ കാണാത്ത മറ്റ് സംസ്ഥാനങ്ങൾ അരങ്ങേറുന്ന ഈ ഡിവൈസീവ് രാഷ്ട്രീയത്തിലേക്ക് കാര്യങ്ങൾ ചെന്നെത്തും. നിതീഷ് കുമാർ എപ്പോഴെല്ലാം BJPയുമായി തെറ്റിപ്പിരിഞ്ഞോ, അതിൻ്റെ പ്രധാനപ്പെട്ട കാരണമെന്ന് പറയുന്ന ബീഹാറിൻ്റെ സോഷ്യോ സെക്യുലർ സിറ്റുവേഷനെ ഒരു ത്രെട്ട് ഉണ്ടായി കണ്ടാൽ അദ്ദേഹം അതിനെ സംരക്ഷിക്കാൻ വേണ്ടി നീങ്ങുന്ന ഒരാളാണ്. അതുകൊണ്ട് നിതീഷ് കുമാറിനെ സംബന്ധിച്ചിടത്തോളം അടുത്ത 2 വർഷം വളരെ പ്രധാനപ്പെട്ടതാണ്. കാരണം അടുത്ത 2 വർഷത്തിനുള്ളിൽ നിതീഷ് കുമാർ എന്ന് പറയുന്ന നേതാവിനെ സൈഡ് ലൈൻ ചെയ്തുകൊണ്ട് BJP സ്വന്തമായി ബീഹാർ ഭരിക്കാനുള്ളൊരു നീക്കം നടത്തുമെന്നത് നിതീഷ് കുമാറിന് കൃത്യമായി അറിയാം. അതിനുള്ള തയ്യാറെടുപ്പുകളോടുകൂടി തന്നെയാണ് നിതീഷ് കുമാർ മുന്നോട്ട് വന്നിരിക്കുന്നത്. അതിനുള്ള മറുപടി ഷാജോസ് പറഞ്ഞതുകൊണ്ട് ഞാൻ ഈ അവസാനം BJP പ്രതിനിധി പറഞ്ഞ ഒരു കാര്യത്തിൽ മറുപടി പറയാം. അതായത് നോട്ടയും CPMൻ്റെയും വോട്ട് ശതമാനത്തെക്കുറിച്ച് അദ്ദേഹം പറഞ്ഞല്ലോ. 89 സീറ്റ് കിട്ടിയ BJPക്ക് കിട്ടിയിരിക്കുന്ന വോട്ട് ശതമാനം 19.27 അതേസമയം 25 സീറ്റുകൾ മാത്രം കിട്ടിയ RJDയുടെ വോട്ട് ശതമാനം 23. അതെ. അപ്പോൾ അദ്ദേഹത്തിന് അതിനുള്ള മറുപടി കിട്ടിയിട്ടുണ്ടാവും ഞാൻ വിശ്വസിക്കുന്നു. ഏതായാലും ദേശീയ രാഷ്ട്രീയത്തിലടക്കം വലിയ ചലനങ്ങൾക്കും വലിയ ശ്രദ്ധയോടെയും ദേശീയ രാഷ്ട്രീയത്തെ മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് പാർട്ടികൾക്ക് വലിയ നിലയിൽ പരിശോധിക്കേണ്ടതായി വരും. ബീഹാറിൻ്റെ ജനവിധി എന്നുള്ളതൊരു യാഥാർത്ഥ്യം തന്നെയാണ്. ആ നിലയിൽ വളരെ പ്രധാനപ്പെട്ട വിഷയങ്ങൾ ഉയർന്നു വന്നു. പക്ഷേ ആ വിഷയങ്ങൾക്കനുസൃതമായിട്ടുള്ള ഒരു വിജയത്തിലേക്ക് അല്ലെങ്കിൽ ഒരു മുന്നോട്ട് പോക്കിലേക്ക് മഹാസഖ്യത്തിന് കഴിഞ്ഞിട്ടില്ല. പക്ഷേ അതുകൊണ്ട് തന്നെ ആ മഹാസഖ്യത്തിന് അതിലെ പാർട്ടികൾക്ക് രാഷ്ട്രീയമായി വലിയ പരിശോധനകൾ നടത്തി കൂടുതൽ മികവോടെ മുന്നോട്ട് പോവുക എന്ന രാഷ്ട്രീയ ഉത്തരവാദിത്വം, ചുമതല, അതാണ് ആ പാർട്ടികളുടെ ആത്മപരിശോധന എന്നതിലൂടെ സംഭവിക്കേണ്ടത്. അതിലൂടെ തെറ്റുൾക്കൊണ്ടുകൊണ്ട് തന്നെ
പിശകുകൾ തിരുത്താൻ അവർ തയ്യാറാകേണ്ടതുണ്ട്. അതുപോലെ തന്നെ BJP ഈ വിജയത്തിൻ്റെ പശ്ചാത്തലത്തിൽ ഉത്തരേന്ത്യൻ രാഷ്ട്രീയത്തിൽ ഏതൊക്കെ തരത്തിൽ ബീഹാറിലേക്ക് കൂടുതൽ വളരെ തീവ്രമായി മുന്നോട്ട് പോകാൻ ശ്രമിക്കും എന്ന് എല്ലാവരും ഉറ്റുനോക്കുന്നു. അതിനെ നിതീഷ് എങ്ങനെ നേരിടും, എങ്ങനെ കൈകാര്യം ചെയ്യും, ഇതെല്ലാം വരും നാളുകളിൽ BJP ബീഹാറുമായി ബന്ധപ്പെട്ടായാലും പൊതുവിൽ ദേശീയ രാഷ്ട്രീയവുമായി ബന്ധപ്പെട്ടായാലും വളരെ നിർണായകമായ ഘടകങ്ങളും നിരീക്ഷണ വിഷയങ്ങളുമായി തന്നെ മാറും എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ന്യൂസ് ആൻഡ് വ്യൂസ് അവസാനിക്കുന്നു.